നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ ഉമ്മാടെ ഗർഭാശയത്തിൽ വെച്ച് നിന്നെ പഠിപ്പിക്കുകയാണ് ഞാൻ. ജീവിതം പുരിതാനുള്ളതാണ്. അങ്ങോട്ട് വെള്ളുമ്പോ ഇങ്ങോട്ട് മനസ്സിലാണ് ഗർഭാശയത്തിനെ കടിച്ചു പിടിച്ചു തൂങ്ങിക്കിടന്നിടുമ്പോൾ ഇനി ജീവിതം തുടങ്ങാൻ പോവുകയാ. മാരകമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, വ്യാധികൾ, വ്യാധികൾ, ആകുലതകൾ, വ്യാകുലതകൾ, 1000 പ്രയാസങ്ങളിലേക്ക് ജീവിതം കടന്നു പോകുമ്പോ തളരരുത്, ഭയപ്പെടരുത്, നിരാശയിലോട്ട് കടന്നു പോകരുത്. നിങ്ങൾ ഏത് സമയത്തും പുരുതി ജീവിക്കേണ്ടവരാ. മരിക്കുന്നവരുടെ ജീവിതം ഒരു പോരാട്ടമാണ്. ജീവിതം തളരാനുള്ളതല്ല, ജീവിതം പോരാട്ടത്തിന്റെ വീതിയാണെന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ പഠിച്ചതാണ്. പിന്നെ എന്തേ സഹോദരങ്ങള്, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ്. പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ തളർന്നു പോവുകയാണ് മനുഷ്യൻ. തളരരുത്, കരയരുത്, പതരരുത്. അവസാനം വരെ നിന്നെ പഠിപ്പിച്ചു വന്ന പാഠം നീ മറക്കരുത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഞാൻ എന്റെ വിഷയത്തിന് ശീർഷകത്തിന് പേരിട്ടത് ജീവിതം പുരിതാനുള്ളതാണ്. അലക്കുന്ന സാധനത്തിനെ പ്രഥമമായി പ്രതിപാദിച്ചതിലൂടെ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ മറക്കാത്തത് പെങ്ങളെ, സഹോദരങ്ങളെ, ഏത് പ്രയാസം വന്നാലും തളരരുത്. കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തള്ളിയാ തുടങ്ങിയാലും ആര് നിന്നെ കൈവിട്ടാലും നിനക്കൊരു റബ്ബില്ലയോ. സത്താറോ ഗഫാറോ വഗീഗേ രണ്ടോ ഏറ്റവും നിന്നോട് സ്നേഹമുള്ള നിന്റെ റബ്ബുണ്ടല്ലോ, ഞാനുണ്ടല്ലോ. ഉമ്മാടെ ഗർഭാശയം നിന്നെ വെളിയിലോട്ട് തള്ളിയപ്പോ ആ സമയത്ത് പുറത്തേക്ക് പോകാതെ 9 മാസവും 10 ദിവസവും നിനക്ക് അവിടെ താമസ സ്ഥലം ഒരുക്കി തന്ന ഞാനല്ലേ കൂടെയുള്ളത്. അതുകൊണ്ട് നീ തളരരുത്. ജീവിതം പുരിതാനുള്ളതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് അബോധം തരട്ടെ. ജീവിതം പുരിതാനുള്ളതാണ്. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആമീൻ കൊണ്ടല്ലാതെ വേറൊന്നും മനസ്സിലാവൂല. മോനെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സ്വാഭാവികമാണ്. എന്റെ വിഷയം അതല്ല. ഈ അലക്ക എന്ന് പറഞ്ഞതിൽ തന്നെ 6 ആശയമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഒരൊറ്റ വാക്കി അത് പറഞ്ഞാൽ തന്നെ തീരില്ല. ഇതാണ് ഖുർആൻ പഠിക്കുകയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പഠിക്കുകയും, അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയാം. ഈ ഖുർആൻ ഒരാശയം പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ 10 ആശയം വേറെ ഉണ്ടാവും. അതാണ് ഖുർആൻ. പോരാടുക. പ്രതിസന്ധികൾക്കെതിരെ, പ്രയാസങ്ങൾക്കെതിരെ, രോഗങ്ങൾക്കെതിരെ, കടങ്ങൾക്കെതിരെ, ബാധ്യതകൾക്കെതിരെ, മക്കൾക്കെതിരെ, ഭർത്താവിനെതിരെ, ഭാര്യക്കെതിരെ, വിരുദ്ധ സ്വഭാവത്തിനെതിരെ തളരാൻ പാടില്ല. പക്ഷെ എന്റെ വിഷയം അവിടെ അല്ലാഹു നമുക്ക് എല്ലാ കഷ്ടപ്പാടുകളും മാറ്റി തരട്ടെ. ഇനി ഇവിടെ ഇപ്പൊ ഇത്തിരി കഷ്ടപ്പാടുണ്ടായാലും കുഴപ്പമില്ല എന്നാണ്. ആഖിറത്തിൽ അല്ലാഹു അത് ഇല്ലാതാക്കി തരട്ടെ. ഏറ്റവും വലിയ കഷ്ടപ്പാട് നരകത്തിലാണ്. ഈ ഇവിടത്തെ വീട്ടിലത്തെ പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയപ്പോ സഹാബത്ത് ചോദിച്ചു ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല. അപ്പോ ചോദിച്ചു ഇരിക്കാൻ ഒരു കസേരയെങ്കിലും ഇട്ടുകൂടെ ഈ വീട്ടിലെന്ന്. ആരാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നമുക്കറിയോ? അറിയില്ല. നമുക്കൊന്നും അറിയില്ല. നമുക്ക് ഈ ബ്രോസ്റ്റ് കോഴി ഇങ്ങനെ തിന്നാനല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇപ്പോഴും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആരാ? ഉമ്മൻചാണ്ടി സർക്കാർ മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോൾ ആദ്യം എതിർത്തത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. കാരണം ആ മദ്യനിരോധനം കൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ നട്ടം വെള്ളാപ്പള്ളിക്ക് സമുദായത്തിനുമാണ്. അവരുടെ ഒരേ ഒരു വരുമാനം കള്ള് കച്ചവടം. സാമ്പത്തിക നട്ടം ഭയന്നിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ എതിർത്തത്. എന്നാൽ വിശുദ്ധമായ ഖുർആനിലെ 62 അക്ഷരങ്ങൾ മദ്യനിരോധനത്തിന് ആയുത്താങ്ങിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ മദീനയിലെ ഏറ്റവും വലിയ അബ്കാരി കോൺട്രാക്ടറാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. പഹല്ലെന്തും മുന്തകൂൻ കള്ളുകൊടി നിർത്താറായില്ലെന്ന് ചോദിച്ചപ്പോൾ തന്റെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന മദ്യത്തിന്റെ ബാരൽ മുഴുവനും മദീനയുടെ അങ്ങാടിയിലൂടെ ഒഴുക്കി വിട്ടിട്ട് നബി, എന്റെ സാമ്പത്തിക നഷ്ടം എനിക്ക് പ്രശ്നമല്ല, എന്തൊക്കെയായ റസൂലുള്ളാഹി അല്ലാഹു നിർത്താൻ പറഞ്ഞ ഞാൻ നിർത്തി നബി എന്ന് പറഞ്ഞ ആളാണ്. നഷ്ടവും ലാഭമൊന്നും ഇല്ല, അല്ലാഹു നിർത്താൻ പറഞ്ഞ നിർത്തി നബി എന്ന് പറഞ്ഞ ബാരൽ കണക്കിന് മദ്യം ഒരൊറ്റ ആയത്ത് കേട്ടപ്പോൾ ഒഴുക്കി വിട്ട ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, മക്കയിലെ കോടീശ്വരൻ. ആ കോടീശ്വരന്റെ വീട്ടിൽ ഇരിക്കാൻ കസേരയില്ല.
അപ്പൊ സഹാബത്ത് ചോദിച്ചൊരു കസേര ഇട്ടൂടെ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സഹാബത്തിനോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല പറഞ്ഞത്, ഞാൻ ഇതിനകത്ത് മുഴുവൻ സാധനങ്ങളും വേറൊരു വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്, അങ്ങോട്ട് തൽക്കാലം താമസം മാറുന്ന വീട്ടിലേക്ക് ഞാൻ മാറ്റിയിരിക്കാൻ. സഹാബത്തിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ സഹാബത്ത് ഇത് ശരി തന്നെ, വേറൊരു വീട്ടിന് വേണ്ടി എല്ലാം മാറ്റി വെച്ചിരിക്കാം, ഓക്കെ. എന്നാലും വരുന്ന മനുഷ്യന് ഇരിക്കാൻ ഈ വീട്ടിലൊരു കസേര വേണ്ട. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ കസേര വാങ്ങിക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയതാണ്. അപ്പോഴാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത്, ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കും. സാബത്ത് ചോദിച്ചു, ആരാ വീട്ടുടമസ്ഥൻ? അങ്ങനെ പറഞ്ഞിട്ട്, അല്ല, ഇവിടെ ഇരിക്കാനൊരു കസേര വാങ്ങിക്കാൻ അങ്ങാടിയിലേക്ക് പോയപ്പോഴാണ് എതിരെ മയ്യത്തും വഹിച്ചുകൊണ്ട് പോക്ക് പോണത് കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി അടുത്തത് ഞാനാണ്, എന്നെ ഈ വീട്ടിൽ നടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത് എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല. കാരണം ഏറ്റവും നല്ല വീട്. അപ്പോ പറഞ്ഞു, ഞാൻ ഈ സാധനമൊക്കെ വേറൊരു വീട്ടിലേക്ക് മാറ്റിയിരിക്കും. അതായത് വീട് ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, സ്വർഗത്തിലെ വീട്ടിലേക്ക് ഞാൻ മാറ്റിയിരിക്കും. ഇവിടെ ഒരു ദുഃഖമുണ്ടായാലും ഏറ്റവും വലിയ ദുഃഖം നരകത്തിനാണത്. ഞാൻ പുറകെ പറയാം, അള്ളാഹു ആ ദുഃഖം മാറ്റി തരട്ടെ. ആമീൻ പറ. മനസ്സിലായി? നമുക്കെന്ത് നരകം, നമുക്കെന്ത് സ്വർഗം? നമുക്ക് നരകമൊന്നും നമുക്കില്ലല്ലോ. പുതിയാപ്ല കാണാൻ പെണ്ണ് കാണാൻ വന്നു, പുതിയ പെണ്ണിനോട് സംസാരിച്ചു കുറെ നേരം. പുതിയ പെണ്ണ് ഓടിച്ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഈ കല്യാണത്തിൽ ഞാൻ സമ്മതിക്കില്ല, ഇവൻ എന്നെ കെട്ടണ്ടാവും. ഉമ്മ ചോദിച്ചു, എന്തേ മോളെ? അവൻ എന്നോട് പറയാ നരകമൊന്നും ഇല്ലാന്ന് ചുമ്മാ. അപ്പൊ ഉമ്മ പറഞ്ഞു, അത്ര മോളെ, എന്നാ നീ ഇവനെ തന്നെ കെട്ടാവും. അതെന്തുമ്മ? അവൻ നരകമില്ലാന്നല്ലേ പറഞ്ഞു. നിന്നെ കെട്ടി 10 ദിവസം കഴിയുമ്പോൾ ആരെ പറയും നരകമുണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ നരകമില്ല, ഉണ്ടോ ഇല്ല കാര്യത്തിൽ നമ്മുടെ സന്ദേഹവാദികളാണ്. ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിലില്ല. ജവഹർലാൽ നെഹ്റു അതായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദി ആയിരുന്നില്ല, സന്ദേഹവാദിയായി. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ടപ്പാട് പരലോകത്തെ. അള്ളാഹു പറഞ്ഞു, അല്ല, എല്ലാ കഷ്ടപ്പാടുകൾക്കും തിന്മകളുടെ വിഭാടകരായി നന്മയുടെ വക്താക്കളായി നിങ്ങൾ ഈ ജീവിതത്തിൽ പോരാടണമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് വരാൻ ഞാൻ നീട്ടി പദ്ധതി പറയുന്നില്ല. ഖൈറുൽ കലാമി മാ കല്ലാവതല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവും അർത്ഥവൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് അർത്ഥവാക്യം. യഥാർത്ഥത്തിൽ അപ്പൊ നമ്മുടെ ജീവിതം പോരാടാനുള്ളതാണ്, അല്ലേ? ആണല്ലോ. ഖുർആൻ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു, ആരോടാ പോരാടേണ്ടത്? പോരാട്ടം തീർച്ചയായും ശത്രുവിനോട് ആണല്ലോ. മിത്രത്തിനോട് ആരെങ്കിലും പോരാടുമോ? സ്വാഭാവികമായി ഒരാളുടെ പോരാട്ടവും ഒരാളുടെ സമരവും ആരോടാ? ശത്രുവിനോട്. ആരാ നമ്മുടെ ശത്രു? പറയും, നമ്മുടെ ശത്രു ആരാ? ഇബ്ലീസ്. നമ്മളെല്ലാവരും കുറെ നാളായിട്ട് കണ്ടുവച്ചിരിക്കുന്ന റെഡിമെയ്ഡ് മറുപടിയാണിത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ? ഇബ്ലീസ്. നമ്മളത് പ്രതിഷ്ഠിച്ചിരിക്കുക ഇബ്ലീസിനെ. വ്യഭിചരിച്ച് വന്നവനോട് ചോദിച്ചാൽ എന്നാലും ചെയ്തിട്ട് അതാണ് ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആ സമയത്ത് ഇബ്ലീസ് ചതിച്ചതാരാ? കള്ളു കുടിച്ചവനോട് എന്തേ കള്ളു കുടിച്ചത്? ഞാൻ കുടിക്കാൻ പോയതല്ല. പക്ഷേ ആ സമയത്ത് ആ ജ്ഞാനത്താക്കപ്പെട്ടവൻ എന്നെ ചതിച്ചു. ഇവൻ കുടിച്ചതിൽ ഇവന് പങ്കുണ്ടോ? ഉണ്ടോ? നമ്മൾ പ്രതിഷ്ഠാസ്ഥാനത്ത് വെച്ച ഒരു സ്വാഭാവിക ശത്രുവാണ് ഇബ്ലീസ്. ആന്റി ക്ലോക്ക് വൈസ് ഘടികാരത്തിന്റെ സൂര്യൻ പുറകോട്ട് കറക്കുകയാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇബ്ലീസ് ആണോ? അല്ല. പിന്നെ ആരാ? ആദ്യത്തെ ശത്രു നമ്മളാണ്. ശത്രുവിനെ കാണണമെങ്കിൽ വീട്ടിൽ പോയിട്ട് കണ്ണാടി നോക്കി. ആദ്യത്തെ ശത്രുവാരാ? ഏറ്റവും വലിയ പോരാട്ടമാരോടാ? ഏറ്റവും വലിയ പോരാട്ടമാരോടാണ് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാതരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് യുദ്ധം കഴിഞ്ഞ് കൈകാലുകൾ മുഴുവനെ മുറിവേറ്റ് രക്തം മുഴുവനെ കടം തള്ളിയാത്തൊടുകി പച്ചമാംസത്തിൽ മുറിവേറ്റ് ശരീരവുമായി സഹാബത്തുകളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാ. മാസങ്ങളായി പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ജിഹാദിന്റെ പടനിലങ്ങളിൽ യുദ്ധം ചെയ്ത് കൈകാലുകളെ വെട്ടിമറിക്കപ്പെട്ട് വേദന സഹിക്കാൻ കഴിയാണ് മരുപ്പറമ്പിലൂടെ യാത്ര ചെയ്യവേ നടന്നു പോയ സഹാബത്ത് മുറിവുകാലത്താൽ ക്ഷീണിച്ചുകൊണ്ട് മരുപ്പറമ്പിൽ വിശ്രമിക്കാനൊരുങ്ങുമ്പോ ആ സമയത്താണ് ലോകത്തിന്റെ നായകന്റെ മറുപടി വന്നിട്ട് സഹാബ ഏറ്റവും ചെറിയ യുദ്ധ പോരാട്ടം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പോരാട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാ. സാബത്ത് അത്ഭുതപ്പെട്ടു പോയി. അങ്ങാണ് തിരുവോടര് ഏറ്റവും
ചെറിയ യുദ്ധത്തിന് ശേഷം നമ്മളൊരു വലിയ യുദ്ധത്തിലേക്ക് തിരിച്ചു പോവുകയാണ് സഹാബ. കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ട ഘോര യുദ്ധത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകവേ ഇതേവരെ നടന്ന ധർമ്മസമരമേറ്റവും ചെറുതാണെന്ന് തങ്ങളോട് നിസ്സാരപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തിനോട് യാ റസൂലല്ലാഹ് മൽ ജിഹാദുൽ അക്ബർ യാ റസൂലല്ലാഹ് ഏറ്റവും വലിയ പോരാട്ടം ഏതാണ് നബിയേ? ആ സമയത്താണ് റസൂൽ ലോകത്തോട് പറഞ്ഞത് നമ്മളാരും വായ്ത്താരി കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ടവർ യഥാർത്ഥ ശത്രുക്കളല്ല. യഥാർത്ഥ ശത്രുവാരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബാ നിങ്ങളുടെ ശരീരത്തോട് പോരാട്ടം നടത്തുക. ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ നഫ്സാണ്, 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 നഫ്സാണ്. ലോകത്തിന്റെ മുത്ത് ആദർശത്തിന്റെ സത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ ശത്രുവാണെന്നറിയോ സഹോദരങ്ങളെ? ശരീരമാ. ഈ നഫ്സിനോട് ധർമ്മസമരം നടത്താൻ അത്യാഗ്രഹത്തിന്റെ, അശ്ലീലത്തിന്റെ, ആപാത്തതയില്ലായ്മയുടെ ആവത്തനയുടെ ആസുരഭാവത്തിലേക്ക് ആത്മാവിന്റെ ആശ്ലേഷണത്തെ കൊണ്ടുപോകുന്ന ഈ ശരീരത്തോട് പടപൊരുടാൻ സ്വന്തം ശരീരത്തെ ഒന്നാമത്തെ ശത്രുവാ. ഇൻഷാ അല്ലാഹ് ഖുർആൻ 3 ശത്രുവിനെയാണ് നമ്മോട് പറയുക. അതിലാദ്യമായി ഖുർആൻ നിന്റെ ശരീരമാണ്, നിന്റെ ശരീരമാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് നിന്റെ മോഹങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന, പടച്ചറപ്പിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഈ ശരീരത്തെ ഏത് സമയത്ത് നീ പോരാട്ടത്തിലൂടെ കീഴ്പ്പെടുത്തുന്നുവോ അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, അതുകൊണ്ടാണല്ലോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന വിശുദ്ധമായ ഖുർആന്റെ ഏറ്റവും വലിയ ആയത്തിറങ്ങിയത് ആരുടെ പേരിലാ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സേവകനുണ്ട്. എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിശപ്പാണ്. ഭക്ഷണവുമായി വരുന്ന സേവകനെ കാണുന്നില്ല. വല്ലാത്ത വിശപ്പിന്റെ വിളിയിൽ ഇങ്ങനെ ഇരിക്കവേ സേവകൻ വന്ന് 2 കാരക്ക കൊടുത്തു. ഏത് സമയത്ത് കാരക്ക കൊടുത്താണ് ചോദിക്കും ഇത് എവിടെ നിന്ന് കിട്ടി, ആര് തന്നത്, ഹലാലാണോ ഹറാമാണോ? ചോദിക്കാതെ കഴിക്കാറില്ല അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ആ സമയത്ത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് 2 കാരക്ക കടിച്ചു. സേവകൻ ചോദിച്ചു അമീറുൽ മുഅ്മിനീൻ ഏത് സമയത്ത് ഭക്ഷണം നിന്നാലും ഇത് എവിടെ നിന്നാണ്, ഹലാലാണോ ഹറാമാണോ എന്ന് താങ്കൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ മാത്രം ചോദിച്ചില്ലല്ലോ. അവസരത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി. അല്ലാഹുവേ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അറിയാതെ തിന്നുപോയതാണ്. സേവകായി എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? സേവകന്റെ മറുപടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭക്ഷണം എടുക്കാനൊരു ദീർഘം എന്റെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ ഞാൻ പല സ്ഥലത്തോടെയും മരഞ്ഞു നടന്നിട്ടൊരു ദീർഘം കിട്ടാണ്. അവസാനം നിരാശയോടെ തിരിച്ചു വരവേണ്ട മനസ്സിലെനിക്കൊരു ചിന്തയുണ്ടായി. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കഅബാലയത്തിന്റെ പൂജാരിയായിരുന്നു. അന്ന് ആളുകൾ വിഗ്രഹത്തിന് നേർച്ചയായി കൊണ്ടുവരുന്ന കാണിക്കയിടുന്ന ദീർഘമകളുണ്ട്. ആ ദീർഘമകളെ പലപ്പോഴും ചില ദീർഘമകൾ എടുത്തിട്ട് മോട്ടിച്ചിട്ട് ഞാൻ എന്റെ സഞ്ചിയിലിടാറുണ്ട്. ആ പഴയ സഞ്ചി പോയി ഞാൻ നോക്കിയപ്പോ ആ സഞ്ചിയിൽ എന്റെ ദീർഘം കിടക്കുന്നുണ്ട്. ആ ദീർഘം കൊണ്ടാണ് നിങ്ങൾക്ക് കാരക്ക വാങ്ങിച്ച് തന്നതെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല ചിന്തിച്ചു പോയി. അല്ലാഹുവേ, അല്ലാഹുവേ, ഒന്നാമത്തെ കാര്യം ഇത് ശിർക്കിന്റെ പൈസയാണ്. രണ്ടാമത്തേത് ഈ ചെയ്തതാണെങ്കിലോ ഹറാമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല ഞെട്ടിത്തെറിച്ചു പോയി. പടച്ച റബ്ബേ, എന്റെ ആമാശയത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഹറാമ് കടന്നു എന്നറിഞ്ഞപ്പോ ലോകചരിത്രത്തിന് നിസ്തുലമായ ചരിത്രം പിറന്നത്. ലോകത്തൊരാൾക്ക് സാധിക്കാൻ പറ്റാത്ത വിപ്ലവം നടന്നത്. തന്റെ വിരലുകളെ തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കിയിട്ട് ആമാശയത്തിന്റെ ഉള്ളിലുള്ളത് മുഴുവനും വെളിയിലോട്ട് തള്ളിച്ചു. അവസാനം ഒന്നും ചന്തിക്കാണില്ലാതെ രക്തം കത്തിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല താഴെയിരുന്നുണ്ട്. അല്ലാഹുവിനോട് പറഞ്ഞു അല്ലാഹുവേ, എന്റെ നഫ്സ്
എന്നോട് ആവശ്യപ്പെട്ടപ്പോ വിശപ്പ് കൊണ്ട് എന്റെ കാലൊക്കെ തിന്നുപോയി. അത് നിശ്ചിതമാണെന്നറിഞ്ഞപ്പോ കഴിയുന്നിടത്തോളം അബൂബക്കർ വെളിയിലേക്ക് ഛർദ്ദിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എന്റെ ഞരമ്പിലോ എന്റെ ആമാശയത്തിലോ ഏതെങ്കിലും ഈ ഭക്ഷണത്തിന്റെ ഒരൽപ്പം പറ്റിപ്പിടിച്ചാൽ എനിക്കത് വെളിയിലേക്ക് തരാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്നെ വിശപ്പിന്റെ സമയത്ത് ചോദിച്ചപ്പോൾ എന്റെ കാരക്കൽ എന്നതിന്റെ പേര് ആ സമയത്ത് മദീനയിൽ നിന്നിട്ട് രക്തം വെളിയിലോട്ട് വരികയാ. പൊട്ടിക്കരയുമ്പോഴാണ് ആ സമയത്താണ് നഫ്സിനെ കുറിച്ചുള്ള ഏറ്റവും ആയത്തിറങ്ങിയത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രക്തം വെളിയിലോട്ട് വരുമ്പോ സാഹബത്ത് പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു രക്തം ചതിച്ചു മരിച്ചു പോകുമോ എന്ന് ഞങ്ങള് ഭയപ്പെട്ടു പോയി. ആ സമയത്താണ് രണ്ട് കാലൊക്കെ വയറ്റിനുള്ളിൽ പോയതിന്റെ പേര് രക്തം ഛർദ്ദിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോഴാണ് അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് നബിയേ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹന നഫ്സ അനിൽ ഹവാ فإن الجنة هي المأوى وأما من خاف مقام ربه. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പള്ളക്കുള്ളിലേക്ക് പട്ടച്ചാറായോ കറയെ ചെട്ടി പിടിച്ചത് കയറും, വെള്ളൈസി കയറും, പലിശയും കയറും, ആരെ പട്ടിച്ചടും വെട്ടിച്ചടും കയറും, വസ്തു കച്ചവടം നടത്തിയിട്ട് ഇടയ്ക്ക് നിന്നിട്ട് തോണ്ടിയിട്ട് മേടിച്ച ലാഭവും കയറും. പൊന്നുമോനെ, ഏത് പള്ളക്കുള്ളിൽ പച്ചക്ക് ദഹിച്ചു പോകുന്നവനെ എന്തേ പടച്ചിറപ്പിനെ പേടിയില്ല. ഏകനായ പടച്ചിറപ്പിന്റെ മുമ്പിൽ നിൽക്കണമെന്നുള്ള പേടി വന്നാൽ അതുകൊണ്ടാണല്ലോ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ ഇമാമ പൊട്ടിക്കരഞ്ഞിട്ട് ബോധം കെട്ടി താഴെ വീണത്. ഒരേ ഒരായത്തോടിയപ്പോ ഒരു സൂറത്തോടിയില്ല, യാസീനോഹിയില്ല. സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുകയാണ്. ഒരൊറ്റായത്തോടിയപ്പോ ബോധരഹിതനായി പേടിച്ച് വിറച്ച് താഴെ പോയി. ഏഴായത്തെന്നറിയോ? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം. രണ്ടാമതൊരായത്തോടിയില്ല, പരലോകം പറഞ്ഞില്ല, ഹിസാബ് പറഞ്ഞില്ല, സിറാത്ത് പറഞ്ഞില്ല, നരകം പറഞ്ഞില്ല. പടച്ചറപ്പിന്റെ മുമ്പിൽ കൈ കെട്ടിയിട്ട് നിൽക്കുന്ന ദിവസം ബോധം കെട്ട് താഴെ വീണു ഇമാം. ആരാ ഇമാം എന്നറിയോ? ആ ഇമാമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കണമെന്ന ബോധമില്ല, സിറാത്തിന് നടക്കണമെന്നുള്ള ബോധമില്ല. ഏഴ് മാറി വലിച്ചു തിന്നുമ്പോ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെ ഭയപ്പെടുകയും സ്വന്തം ശരീരത്തെ അതിന്റെ ഇച്ഛയിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്താൽ അവനാണ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ബോധം തരട്ടെ. ഇതാണ് ബോധം. ഏത് ബോധം? ഇതാണ് ബോധം. ബോധം എന്ന് പറഞ്ഞാൽ ഏത് ബോധമാ? ഈ സർക്കാരിന് 2 ഭൂരിപക്ഷമേ ഉള്ളൂ. കിട്ടിയ സമയത്ത് പരമാവധി. അതല്ല ബോധം, അത് ബോധമില്ലായ്മയാണ്. ഏറ്റവും വലിയ സുബോധം എന്റെ ഉള്ളിലിത്തിരി പോയി അത് വെളിയിലോട്ട് കളയണമില്ലെങ്കിൽ പടച്ചോനെ ആമാശയത്തിൽ പോയി ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ഏതെങ്കിലും ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞു തരട്ടെ. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഇന്ന് മനുഷ്യന്മാർ അലാവുദ്ദീൻ അത്ഭുത വിളക്ക് തരട്ടെ എന്ന് വെച്ചാൽ വേണ്ടെന്ന്. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി നമ്മൾ എപ്പോഴും കുറുക്കുവഴിയല്ലേ നോക്കൂ. ഇപ്പൊ ഇവിടുന്ന് കൈതോടുന്ന് നേരെ നമുക്ക് പാരിപ്പള്ളിയിൽ ഇറങ്ങണം. പോണ വഴിക്ക് ഒരാൾ പറഞ്ഞു ഇതിലേ പോയാൽ 2 കിലോമീറ്റർ ലാഭമുള്ള കുറുക്കുവഴി ഉണ്ടെന്ന്. നമ്മൾ ഇതിലേ പോകും. ഇപ്പൊ പോണത് എം എ യൂസുഫിനെ ആണെങ്കിലും 2 കിലോമീറ്റർ കുറുക്ക് വഴി കിട്ടിയ 2 കിലോമീറ്റർ ലാഭം കിട്ടിയാൽ മിക്കവാറും 5 റുപ്യ ലാഭം കിട്ടും. എന്നാലും അങ്ങനെയല്ലേ പോകും? അല്ലേ ഞാൻ നേരെ വഴി കൂടെ പോകുള്ളൂ. അത് ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. പിന്നല്ലേ ഇപ്പൊ റോട്ടിൽ കൂടെ ഉണ്ടാകും. അങ്ങനെ ആരും പോകില്ലല്ലോ. ആരാണെങ്കിലും കുറുക്ക് വഴി സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുറുക്ക് വഴി പറഞ്ഞിരട്ടെ.
وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ശരീരത്തെ പിടിച്ചെടുത്ത് ആദ്യത്തെ പോരാട്ടം ശരീരത്തിനോട്. ആദ്യത്തെ പോരാട്ടം എല്ലാ ജനുവരി മാസം തണുപ്പ്, എന്റെ ചുമ ഇതുവരെ മാറിയിട്ടില്ല. എന്നാലും ഞാൻ എന്റെ സദസ്സിനോട് നീതി പുലർത്തി. വല്ലപ്പോഴൊക്കെ വന്നിട്ട് നമ്മളോട് എനിക്ക് വയ്യ, ചുമയാ, കഫ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതും മറക്കുകയാണ്. ഒന്നാമത്തെ പോരാട്ടം 3 ശത്രുവിനെയാണ് ഖുർആൻ പറഞ്ഞത്. 3 പറയുമ്പോൾ നമ്മുടെ വിഷയം ചെയ്യും. ഇത് ആര് പറഞ്ഞ ശത്രുവ? യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നമ്മുടെ ശത്രു ഒന്നുമില്ല. നമ്മുടെ യഥാർത്ഥ ശത്രു നരേന്ദ്രമോദിയാണ്. എന്താ മനുഷ്യന്മാരങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, മോഡി വരട്ടെ വരാതിരിക്കട്ടെ, നമുക്കെന്താ. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും നന്നായിട്ട് വളർന്നത് ഫിറഔന്റെ കൊട്ടാരത്തിലാണ്. ഫിറഔൻ വന്നാലേ ഇസ്ലാം വളരും. അങ്ങനെയാണ്. ഫിറഔന്റെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നത്. മൂസയാന്ന് പറഞ്ഞിട്ട് 1000 പേരെ കൊല്ലുമ്പോ ഫിറഔന്റെ താടിയെ പിടിച്ചിട്ട് വലിക്കുമ്പോ ഫിറഔന്റെ കൊട്ടാരത്തിലാണ് മൂസ വളർന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രം. വേറെ ഒരിടത്തും വളർന്നിട്ടില്ല. ഫിറഔൻ വന്നാലേ നമ്മൾ ആരാവും? മൂസയാണ്. ഇപ്പൊ കേന്ദ്രമെങ്ങാനും മുസ്ലിം ലീഗ് ഭരിച്ചാൽ നമുക്ക് ഈമാൻ ഉണ്ടാവും. എന്ത് പേടിക്കാൻ? പേരിൽ നമ്മളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കും. ഫിറഔൻ വന്നാലേ നമ്മൾ മുസ്ലിം ആവും. ഇപ്പൊ ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ഇസ്ലാം ശരിയാക്കുന്നു. അതാണ് അള്ളാഹുടെ തദ്ബീർ. അങ്ങനെ തദ്ബീരിന് അവരില്ലാഹി തഖ്ദിർ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മുഖം നന്നാവാത്തതിന് കണ്ണാടി എറിഞ്ഞെടുത്തിട്ട് കാര്യം. അവര് വന്നു വരാത്തതെന്നുള്ളതല്ല. നമ്മളിപ്പോഴും പിറ കണ്ടാൽ തന്നെ ഒരുത്തം കണ്ടാൽ മറ്റൊരുത്ത അടച്ചു വെക്കാം. ഞാൻ കാണൂല, എനിക്കൊന്നും വരുന്നാൾ വേണ്ട. ആ രീതിയിൽ നമ്മുടെ അവസ്ഥ തോന്നിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നം ആരാ? നമ്മൾ തന്നെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് എല്ലാം നമുക്ക് ദഹിക്കും. ചിട്ടിപ്പൈസ ആണെങ്കിലും കുഴപ്പമില്ല, LIC ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ഹറാമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് ശരീരത്തിന്റെ ഉള്ളിൽ ഒന്നാമത്തെ പോരാട്ടം ഈ ശരീരത്തോട് നടത്തണം. അള്ളാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ പോകാവൂ എന്ന് നമ്മൾ തീരുമാനിക്കണം. നാളെ സ്വർഗ്ഗത്തിൽ ഒരു ദരജയുണ്ട്. 3 പേർക്ക് ആ ദരജ കിട്ടുകയില്ല. പറഞ്ഞുതരട്ടെ, ആണുങ്ങളോട് ഇങ്ങോട്ട് നോക്കും മോനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്ത് 3 ദരജകളുണ്ട് സ്വർഗ്ഗത്തിൽ. ആ ദരജ 3 ആളുകൾക്കല്ലാതെ 4-മതൊരാൾക്ക് കിട്ടില്ല. ഒന്നാമത്തെ ആൾ കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആൾ. സഹോദരൻ പിണങ്ങിപ്പോയി, വാപ്പ് പിണങ്ങിപ്പോയി, പെങ്ങൾ പിണങ്ങിപ്പോയി. ആ പിണക്കത്തിന്റെ വാദത്തിൽ നിൽക്കുന്നവരല്ല. അതിർത്തി തർക്കത്തിന്റെ പേരിൽ ആങ്ങൾ പെങ്ങന്മാരും വാപ്പയും മക്കളും മിണ്ടാതിരിക്കലല്ല. കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവര് അവനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ദറജ. മറ്റൊരാൾക്ക് കിട്ടില്ല. അല്ലാഹു ബന്ധങ്ങളെ ചേർക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ബന്ധങ്ങളെ ചേർക്കാൻ 1 2 നമുക്ക് ബന്ധം വലുതാണ്. ബന്ധം ചേർക്കാത്തവർ സ്വർഗത്തിലെത്തൂല. തഴമ്പുണ്ടായിട്ട് കാര്യമില്ല. തഴമ്പ് തക്കവയുടെ അടയാളമല്ലല്ലോ. തഴമ്പ് പാർക്കില്ലാത്തത് നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരുമാതിരി പാവുണ്ടോ എന്ന് പള്ളിയിൽ ഇട്ടിട്ടുണ്ട്. ഒരു 27 അവന് പോയ പിറ്റേ ദിവസം തഴമ്പ് ഉറപ്പാണ്. അത് അതിന്റെ അടയാളമല്ല. ഹൃദയബന്ധം ചേർക്കുക, കുടുംബ ബന്ധം ചേർക്കുക. രണ്ടാമത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, കേൾക്കാനൊക്കെ ഓരോരുത്തരോടും രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങാടി കടയിൽ പോയി, പാറക്കോറിൽ പോയിട്ട് കരിങ്കല്ല് ചുമന്നിട്ട് വൈകുന്നേരം ഭാര്യ മക്കൾക്ക് ചോറ് കൊടുക്കുന്നവരെ, അങ്ങനെ പനവൂര് പോയിട്ട് ചപ്പാത്തിച്ചാള എടുത്തുകൊണ്ടുവന്ന് തലയിൽ ചുമന്നിട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയാനാണ്, പരലോകത്ത് ചെല്ലുമ്പോ ഒരു പ്രതിഫലം നിനക്കുള്ളത് മറ്റൊരാൾക്ക് കിട്ടില്ല. അതാരെന്നറിയോ? കടബാധ്യത ഏറെയുണ്ട്, കഷ്ടപ്പാട് ഏറെയുണ്ട്, രോഗങ്ങൾ ഏറെയുണ്ട്. ചെയ്യുന്നവര് സ്വന്തം ഭാര്യ മക്കൾക്ക് ഹറാമ് കൊടുക്കാത്ത പ്രിയപ്പെട്ട ഗൃഹനാഥൻ.
അവന് പ്രശ്നങ്ങളേറെയുണ്ട്, കടബാധ്യതയേറെയുണ്ട്. പക്ഷെ ഇന്നേവരെ അധ്വാനിച്ചതല്ലാതെ അവന്റെ ഭാര്യ മക്കളുടെ വയറ്റിനവൻ ഹറാമിനെ കൊടുത്തിട്ടില്ല. പൊന്നുമോനെ, ലോട്ടറി എടുത്താലും കിട്ടും, അറബിയെ പഠിച്ചാലും കിട്ടും. അത് നിന്റെ ഭാര്യ മക്കൾക്ക് കൊടുത്താൽ കത്തിക്കാളുന്ന നരകത്തെ നീ എന്തുകൊണ്ട് ഭയക്കുന്നില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകരുത്. രണ്ടാമത്തെ ആൾ തന്റെ ഭാര്യക്കും മക്കൾക്കും ഒരു ഹറാമും തിരിക്കാത്തി. അള്ളാഹു നമ്മളോട് എത്തിക്കട്ടെ. മോനെ, വലിയ ഇബാദത്തൊക്കെ കുറവാണെങ്കിലും ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ പിടിച്ചാൽ സ്വർഗത്തിലെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ പകുതി ഉടനെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു വഴിയാൻ പറഞ്ഞത് അതരട്ടെ. ഈ സാധനത്തെ സൂക്ഷിച്ചാൽ മതി. ഇത് നോക്കുന്നുണ്ടെങ്കിൽ ഇത് സൂക്ഷിച്ചാൽ നമ്മുടെ ഉടലിന്റെ പകുതി സ്വർഗത്തിൽ പോകും. ബാക്കി ഉടലിന്റെ പകുതി പിന്നെ നിസ്കാരം നോക്കുമ്പോൾ ഉടനെ. ഇനി പകുതി ഉടൽ കയറിയാൽ തന്നെ അതിനെ അതോടെ വെളിയിലാക്കുന്നത് ഈ സാധനമാണ്. ഇതിനെ അങ്ങോട്ട് സൂക്ഷിച്ചാൽ അതാ നബിതങ്ങൾ പറഞ്ഞത്, രണ്ട് കാര്യം എനിക്ക് ജാമ്യം തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകും. ഒന്ന് നിങ്ങളുടെ നാക്ക്, മറ്റൊന്ന് നിങ്ങളുടെ മുഖ്യസ്ഥാനം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നാറുണ്ട്, ഈ ഹദീസുകൾ കേട്ടില്ല, രണ്ട് കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകാൻ പരലോകത്ത്. ഒന്ന് നാക്ക്, രണ്ട് മുഖ്യസ്ഥാനം. നാക്കും മുഖ്യസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താ? രണ്ടവയവാണല്ലോ ലഭ്യങ്ങൾ. ഇത് തമ്മിലുള്ള ബന്ധം എന്താ? ചിന്തിക്കും മനുഷ്യന്മാരെ, ചിന്തിച്ചാലല്ലേ വല്ലതും കിട്ടൂ. ഈ ഹദീസ് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടാണ്. ഈ ഹദീസ് നമുക്കെന്താ അങ്ങനെ ഹംല ചെയ്തുകൂടാ? ഇതിപ്പോ ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഇത് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടുള്ള ഹദീസാണ്. മിസ്കോള് വരിക, സംസാരിക്കുക, വരിക. 17 വയസ്സുകാരുണ്ടവിടെ 35 വയസ്സായി പോകും. അതാണ് നാക്കും മുഖ്യസ്ഥാനവും തമ്മിലുള്ള. അർത്ഥത്തിൽ അങ്ങനെ ആവാമല്ലോ, പണ്ഡിതന്മാര് ധാരാളം അല്ലേ, അങ്ങനെ ആവാമല്ലോ. യഥാർത്ഥത്തിൽ അതിലൂടെ രണ്ട് കാര്യം. അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിലെത്തി അള്ളാഹു എത്തിച്ചു തരുമാറാകുന്നത്. മൂന്നാമത്തെ ആൾ നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല, പറയണു. മൂന്നാമത്തെ ആൾ, അവന് നല്ല സമ്പത്തുള്ള സമയത്ത് നമ്മൾ അവന്റെ അടുക്കൽ പോയി അവൻ നമ്മളെ ആട്ടി ഓടിച്ചു. പിന്നീട് അവൻ പാപ്പരായി, ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നു. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് അവനെ സഹായിക്കുന്നു. അതെല്ലാവർക്കും പറ്റൂല. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. അവൻ അന്ന് എന്നെ ഓടിച്ചവനാണെന്നില്ല. അന്ന് അവൻ ഉണ്ട്, നമ്മൾ പോയപ്പോ അവൻ ആട്ടി ഓടിച്ചു. ഇപ്പോ നമ്മുടെ കയ്യിലുണ്ട്, അപ്പോ അവൻ ഗതികേടിലാണ്. അപ്പൊ അവൻ അങ്ങോട്ട് പോയിട്ട് കൊടുക്കും. സ്വർഗത്തിൽ ഈ ദർജ 3 പേർക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ജീവിതത്തിൽ ശരീരത്തിൽ നഫ്സിനെ പിടിച്ചു കെട്ടിയവർക്കാണ്, നഫ്സിനോട് പോരാടിയവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുത്ത്. അള്ളാഹു സ്വർഗം തരട്ടെ. ഒന്നാമത്തെ ശത്രു നമ്മൾ എത്തിയിട്ടില്ല, സമയം തീരാറ്. അള്ളാഹു ആ സിഫത്ത് നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നഫ്സിനെ പിടിച്ചു കിട്ടിയവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, സലാസത്തുൽ 3 വിഭാഗം ആളുകൾ, സലാസത്തുൽ 3 വിഭാഗം ആളുകൾ, ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് അവരെ പടച്ചറപ്പിന് മുമ്പിൽ പോകുമ്പോൾ അല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സുമ്മിൽ ഖിയാം. സൂര്യക്കൊടയിലൂടെ ഒട്ടകം അതിന്റെ മറുകര കടന്നാലും ഇവര് സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമേ ഇല്ല. വളരെ ഭയാനകരമായ ഹദീസാണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഈ ശരീരത്തിന്റെ ആട്ടത്തോട് വിട പറയുക, ഈ ശരീരത്തിന്റെ മോഹത്തോട് വിട പറയുക. ഏറ്റവും വലിയ ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകല്ല പെങ്ങള്, ഔറത്ത് മറക്കാതെ നടക്കല്ല പെങ്ങള്. പച്ച പരിഷ്കാരിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരല്ല പെങ്ങള്. അല്ലാഹുവിന്റെ റസൂല് പറയാ, 3 വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് ചെന്നാൽ പടച്ചറപ്പവന്റെ മുഖത്ത് നോക്കില്ല. സൂര്യക്കുടയിലൂടെ ഒട്ടകം അപ്പുറത്ത് പോയാലും ഇവര് സ്വർഗത്തിൽ കടക്കുകയില്ല. വൃദ്ധനായ വ്യഭിചാരി, വൃദ്ധനായ വ്യഭിചാരി താടി നരച്ചു, തലമുടി നരച്ചു, പക്ഷേ ശരീരത്തിന്റെ ഇതിനോടുള്ള ഒടുക്കത്തെ മോഹം നിന്നിട്ടേയില്ല.
മനസ്സിലായോ? താടി നരച്ചു, തലമുടി നരച്ചു, താടി തലമുടി നരച്ചു. ഇപ്പൊ മിക്കാലും നരയ്ക്കൂല. അത് ഗോദ്രേജിന്റെ മഹത്വനാണ്, അല്ലാതെ നരയ്ക്കാനിട്ടല്ല. യഥാർത്ഥത്തിൽ ശരീരത്തിന് ഒരു മോഹമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, തെറ്റുകൾക്ക് പല പ്രതിഫലമാണ്. ഒരാൾ വിവാഹത്തിന് മുമ്പേ തെറ്റ് ചെയ്താലുള്ള ശിക്ഷയല്ല വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ ഇരട്ടിയാണ്. 40 വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ 40 വയസ്സ് വരെ തെറ്റ് ചെയ്താൽ 3 ഇരട്ടി. ഒരാൾ 40 കഴിഞ്ഞിട്ട് തെറ്റ് നിർത്തിയില്ല, 4 ഇരട്ടി ശിക്ഷ. 60 കഴിഞ്ഞിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ അവന്റെ കാര്യം പോക്കാം. ഓരോ പ്രായത്തിന്റെ ശിക്ഷ ഓരോ ശിക്ഷ. 60 ആകുമ്പോ അവന്റെ ഈ ശരീരത്തിന് മോഹമാണ്. നഫ്സ് എന്താ പറയാ? ഈ മോഹത്തിന് അവൻ കടിഞ്ഞാണിട്ടിട്ടില്ല. രണ്ടാമത്തെ പറയട്ടെ മനുഷ്യന്മാരെ, 2, 3. രണ്ടാമത്തേത് പെണ്ണ് കേൾക്കുക, മൂന്നാമത്തേത് ആണ് കേൾക്കുക. ഇത് പറയാതിരിക്കാൻ കാര്യമില്ല. രണ്ടാമത്തേത് മറ്റാരുമല്ല, പുരുഷവേഷം ധരിച്ച പെണ്ണ്. പുരുഷവേഷം ധരിച്ച പെണ്ണ്, പുരുഷവേഷം ധരിച്ച പെണ്ണ്. ഇന്ന് നിസ്കാരത്തടമ്പുള്ള ഹാദിയാരുടെയും നാട്ടുപ്രമാണിയുടെയും 17 തികഞ്ഞ പെൺമക്കള് കോളേജിൽ പോകുന്നത് ജീൻസ് ടീഷർട്ടും ഇട്ടിട്ടാ. യഥാർത്ഥത്തിൽ ഇത് പുരുഷന്റെ വേഷമാ. വാപ്പാക്ക് തഴമ്പിന് കുറവില്ല, വാപ്പാക്ക് ഏറ്റവും വലിയ പ്രതിപത്തിക്ക് കുറവില്ല. അവന്റെ പെൺമക്കള് ഇറച്ചിക്കടയിലെ പോത്തിന്റെ കാല് തൂക്കിയിട്ടത് മാതിരി ഇറച്ചി കച്ചവടത്തിന് പോകുന്ന പെൺമക്കൾ എന്റെ ഭാഷ കടുത്തു പോയാൽ നിങ്ങൾ പുറമനൊന്നുമാക്കണം. പണ്ടൊക്കെ മലബാറിൽ കണ്ണാറേ അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് വരികയാ. ഓരോ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പോകുമ്പോ വിവാഹച്ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കുന്ന സമുദായത്തിന് ആർഭാട കല്യാണത്തിന്റെ നടുവിൽ തെറ്റുമിട്ട് ഈ പെൺമക്കൾ മുഴുവനും അടിഞ്ഞാടുമ്പോ പൊന്നുമോളെ, നാളെ പരലോകത്ത് നീ പോയി നിൽക്കുമ്പോ പടച്ചറപ്പ് നിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. അല്ലാഹു അവരോട് സംസാരിക്കില്ല. പടച്ചറപ്പ് അവരെ മുറന്നു കളയുമെന്ന്. എന്ന് മാത്രമല്ല, നീ സ്വർഗത്തിലേക്ക് കടക്കില്ല. 1, 2 പുരുഷവേഷം ധരിച്ച പെണ്ണ്. അല്ലാഹു ബോധം തരട്ടെ. നോക്ക് മനുഷ്യന്മാരെ, അല്ലാഹു ബോധം തരട്ടെ. ഏതാണ് പുരുഷന്റെ വേഷം? ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു വേഷമുണ്ട്. പറയാതിരിക്കൊരു വൃത്തിയില്ല. നിങ്ങൾക്ക് എന്നെ തുറച്ചു നോക്കേണ്ട ഒരു കാര്യമില്ല. എന്നെ തുറഞ്ഞു നോക്കണ്ട, പറഞ്ഞു തന്നെ പറയാനല്ലോ. ഇപ്പൊ ഒരു സൈസ് വേഷമുണ്ട് നമ്മുടെ പെണ്ണുങ്ങൾക്ക്. അതൊരുമാതിരി വലിയ ടൈപ്പ് വസ്ത്രമാണ്. അത് കാലോട്ട് അങ്ങോട്ട് വെക്കിയിട്ടാ മതി. എന്താ അതിന്റെ പേരെന്താ? കഷ്ടം മുത്തക്കിങ്ങൾ അറിഞ്ഞൂടാ, പാവങ്ങൾ. നിങ്ങൾ ഇതിന് ഉടനോട് സ്വർഗത്തില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തിനാ വാദം പറയണത്? നിങ്ങൾ അത്രയും വലിയ മുത്തക്കിങ്ങൾ ആരാ ഉള്ളത്? ഒരു ബനിയന്റെ വസ്ത്രം, ബനിയൻ പാന്റ് അതങ്ങോട്ട് കയറിയിട്ടിട്ടാൽ നമ്മുടെ ഇറച്ചിക്കടയിലൊക്കെ പോത്തിന്റെ കാല് തൂക്കിയിട്ടത് മാതിരി അവളുടെ തൊടയുടെയും കാലിന്റെയും വടിവതേ വടിവാണ്. എന്റെ പേരെന്താ? അതിന്റെ പേര് ലെഗിൻസ് അല്ല. ഈ അടുത്ത കാലത്ത് കേരളക്കരയിലേക്ക് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ വേഷത്തിന്റെ ആവാസന, അതിന്റെ പേര് ലെഗിൻസ്. പൊന്നുപോലെയാ ലെഗിൻസ് തനി ഹറാമാ. ആ ലെഗിൻസ് തനി ഹറാമാ. കാരണം ഈ ലെഗിൻസ് ആരുടെ വേഷമെന്ന് നിനക്കറിയോ? വാരി വലിച്ചിട്ടിട്ട് പുരുഷന്റെ മുമ്പിലൂടെ മാംസ കച്ചവടത്തിന് നടന്നത് പോലെ പോകാറുണ്ട് പെങ്ങള്. ഓ, വേഷമാരുടെ വേഷമെന്നറിയോ? യൂറോപ്യൻ നഗരങ്ങളിലെ വേഷപ്പെണ്ണുങ്ങൾ അവര് വേഷങ്ങളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ധരിച്ച വസ്ത്രമാണ് ലെഗിൻസ്. അതെങ്ങനെയാണ് മാപ്പിള പെണ്ണിന്റെ വസ്ത്രമായി മാറിയത്? ഏത് കാലഘട്ടത്തിന്റെ ദുര്യോഗമാണ് പെങ്ങളെ? നാളെ പരലോകത്ത് അല്ലാഹു നിന്റെ മുഖത്ത് നോക്കില്ല. ആ ലെഗിൻസ് തനി ഹറാമാ. തുണിക്കച്ചവടക്കാരൻ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യത്തിൽ ലെഗിൻസ് യൂറോപ്പിലെ വേശ്യയുടെ വേഷമാണ്. അതങ്ങനെ മാപ്പിള പെണ്ണിന് വന്നു. തലകുനിക്കണ്ട, ഇപ്പൊ തലകുനിക്കളയണ്ട. പെണ്ണുങ്ങളൊക്കെ പലരും തലകുനിച്ചങ്ങട്. ഇതിപ്പോ പർദ്ദന്റെ ഉള്ളിലാണ് വലിയ പ്രശ്നമില്ല. പക്ഷെ ഇതിട്ടിട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ട് നടക്കുന്നത് കണ്ടിട്ടില്ല? ഏതാണ്ട് മിക്ക മുസ്ലിം പെണ്ണുങ്ങളുടെയും അവസ്ഥ ഇന്നിപ്പോ ഇതാണ്.
ജീൻസ് ടീഷർട്ട് ഇടുക. കല്യാണത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ കല്യാണം പെണ്ണുമായിട്ട് ഉറപ്പിച്ചതാണ്, മാറ്റി കല്യാണം. എന്റെ കല്യാണത്തിന് തീയതി ഉറപ്പിച്ചപ്പോൾ അവള് പറഞ്ഞു എനിക്ക് ജീൻസ് ടീഷർട്ട് ഇടണമെന്ന്. ഞാൻ വേണ്ട അവസ്ഥ. ഇന്ന് ഏറ്റവും എല്ലാരുടെ മക്കളും ഉണ്ട് അതിനകത്ത്. കാനി ഹറാമാണ്. ലെഗിൻസ് ഇടുക, ഒരു ടീഷർട്ട് ഇടുക, എന്നിട്ട് ഓടിക്കണം ഇങ്ങോട്ട് നടക്കുക. പോണ ഈ പൂളെ പപ്പയും പറിച്ച ഓടി പോണമാരി ആ രീതിയിൽ പോകുന്ന ആവാസത്തിന്റെ വസ്ത്രം. നിങ്ങൾ കൂടുതൽ ചിരിക്കേണ്ട മനുഷ്യന്മാരെ. മൂന്നാമത്തെ ആരെന്നറിയോ? അല്ലാഹു നാളെ പരലോകത്ത് നോക്കാത്ത മൂന്നാമത്തെ ആളാണ് പുരുഷന്മാര്. പൊട്ടിച്ചിരിക്കണ്ട. തന്റെ ഭാര്യ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും, അല്ലാഹു ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് തന്റെ ഭാര്യ പെൺമക്കളെ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അത് നിസ്സാരമായി കാണുന്ന ഭർത്താവ്. മൂന്നാമത്തെ തന്റെ ഭാര്യയും തന്റെ പെൺമക്കളും ഇങ്ങനെയാണ് നടക്കുന്നതെന്നറിയാം. എന്നിട്ട് കാലം ഇതല്ലേ ഉസ്താദേ എന്ന് പറഞ്ഞ് അതിനെ ലാഘവത്വത്തോടെ കാണുന്ന ഭർത്താവ്. ഈ കോഞ്ഞാങ്കടിയാനോട് പറഞ്ഞു നിന്റെ ഭാര്യ മക്കൾ ഇങ്ങനെ നടക്കണേന്ന്. അവൻ പറഞ്ഞു കാലം ഇതൊക്കെയല്ലേ. ഇതിനെ നിസ്സാരമായി കാണുന്ന ഭർത്താവ് നാളെ പണച്ചറവിന്റെ മുഖത്ത് നോക്കി. അതുകൊണ്ട് ആവാസത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് വിളിച്ചു. ശരീരത്തിന്റെ ഈ മോഹം, ശരീരത്തിന്റെ മോഹം വെളിയിൽ കാണിക്കാനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ട്? ലെഗിൻസ് ഇട്ടുകൊണ്ട് പെണ്ണ് പോകുമ്പോഴേ മനസ്സിലാക്കിക്കോണം ഇത് യൂറോപ്പിലെ വേശ്യയിട്ട വസ്ത്രമാണ്. യൂറോപ്പിലെ വേശ്യയുടെ വസ്ത്രം കേരളത്തിന്റെ ഫാഷനായി മാറി. അങ്ങനെയാണല്ലോ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പൊ ഒരു വസ്ത്രവിധാനമുണ്ടല്ലോ. ഒരു ലോവസ്റ്റ് പാന്റ് താഴേക്ക് കൊണ്ട് പൂന്ന് കിടക്കും. അതിന്റെ മുകളിൽ ഏതാണ്ട് നമ്മുടെ പാരിപ്പള്ളി നാഷണൽ ഹൈവേയുടെ വീതിക്ക് അവന്റെ അടിവസ്ത്രത്തിന്റെ ഒരു ബാനർ ഉണ്ടാവും. നാണമില്ല കുട്ടികളെ, നാണമില്ല നിങ്ങൾക്ക്. ഏത് കല്യാണത്തിനും പോയി നോക്ക്. ഞാനിവിടെ അടുത്ത കല്യാണത്തിന് നിങ്ങൾ ചിരിച്ചതിന് ഞാൻ ഉത്തരവാദിയല്ല. യഥാർത്ഥത്തിൽ ഈ അടുത്ത സമയത്ത് കല്യാണത്തിൽ നിക്കാഹിന് ഞാൻ സ്വീക പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ ആ സമയത്ത് അളിയനെ സ്വീകരിക്കാൻ പെണ്ണിന്റെ ആങ്ങളെ വന്നു. ഞാൻ പേടിച്ചു പോയി. മിക്കവാറും അവൻ അപ്പ് ഊരി പോകുന്നിരിക്കുന്നു. ഇന്ന് കുട്ടികൾ ബൈക്കിന്റെ പുറകിൽ ഈ കുട്ടികളിരുന്ന് പോയാൽ അതിന്റെ പുറകിൽ ഭാര്യാസമേതം കാറിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം ബൈക്കിന്റെ പുറകിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ വസ്ത്രം, അവന്റെ അടിവസ്ത്രം മേപ്പോട്ടാവുക, അവന്റെ പാന്റ് താഴെയൊക്കെ ടൈറ്റ് ആയി കിടക്കുന്ന ഒരു പാന്റ് ഇട്ടത് അങ്ങനെ കയറ്റിയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പ്ലംബർമാരും അതിന് PVC പൈപ്പ് ചൂടാക്കിയിട്ട് കയറുമാനില്ല. ആ സാധനം കയറ്റിയിടുക. എന്നിട്ട് ഇത് ആരുണ്ടാക്കിയ വസ്ത്രമാണ്? ചെറുപ്പക്കാരെ കുട്ടികളെ ഇല്ല, ഞാനിപ്പോ 10 പേരെ ഇതിൽ നിർമ്മിപ്പിച്ച് ഇതാരുണ്ടാക്കിയ വസ്ത്രമാണ്? ലണ്ടനിലെ ജയിലുകളിൽ സ്വർഗരതിക്കാരായ ചെറുപ്പക്കാർ സ്വർഗരതിക്കാരാണ് എന്ന അടയാളത്തിൽ ധരിച്ച വസ്ത്രമാണ് ഈ വസ്ത്രം. ഈ വേശ്യകളുടെയും സ്വർഗാനുരാഗികളുടെയും വസ്ത്രം നിന്റെ ഫാഷനായി മാറി. ആദ്യമായിട്ട് അടിവസ്ത്രം മേപ്പോട്ടും വസ്ത്രം കീപ്പോട്ടുമാക്കിയത് ലണ്ടനിലെ ജയിലുകളിൽ, പാശ്ചാത്യന്റെ ജയിലിൽ താമസിച്ച അവിടുത്തെ സ്വർഗാനുരാഗികൾ നിങ്ങൾ സ്വർഗരതിയുടെ താല്പര്യമുള്ളവരാണ് എന്ന് പറഞ്ഞ ആ സിംബോളിക്കാണ് ഇന്ന് നമ്മുടെ മക്കൾ. പിന്നെ നിങ്ങളുടെ മക്കളെ ഇടണം വേണം നിങ്ങൾ തീരുമാനിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വാത് പറയാൻ വന്നെങ്കിൽ കാര്യങ്ങൾ പറയാനാണ്. അല്ല കബറും കഫങ്ങനെയും പറഞ്ഞിട്ട് നിങ്ങളെ കരയിപ്പിക്കാനാണെങ്കിൽ എനിക്ക് വളരെ എളുപ്പമുണ്ട്. അത് കേട്ടിട്ട് കരയാൻ നമ്മുടെ കൽബിന് കഴിയാത്തതാണ് എങ്ങനെയായിട്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ കേൾക്കുന്നവരെങ്കിലും ഈ ആവാസത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് പിന്മാറും. ഇതൊക്കെ ശരീരത്തിന്റെ ഒരുമാതിരി മോഹമാണ്. ആദ്യത്തെ പോരാട്ടം ശരീരത്തിന്. അല്ലാഹു നമുക്ക് ആ ബോധം നൽകുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട 3 പറഞ്ഞിട്ടല്ലേ പോകാൻ പറ്റില്ല. വിഷയം തീരില്ല. എത്ര മണിക്കാ മോനെ അവസാനിക്കുക? എത്ര? 1 മണി സുബഹിക്ക്. 10:10 ആയിക്കോട്ടെ. നല്ല പരിപാടിയാണ്. ഈ ആനയുടെ പിണ്ടം കണ്ടിട്ട് ആന പിണ്ട ഇടുമ്പോ ആളുകൾ വിചാരിക്കുക എന്താ ഇതിന്റെ വലിപ്പം, ഇത് ഇടണ പാട ആനയ്ക്കെന്നെ അറിയും. അങ്ങനെ നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇത് ചങ്കും തമ്മിൽ പോണ വസ്തുവാണ്. ഏതായാലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വന്നസു തഅജുദു ഇസ്ലാഹി മാ ഫസദാ
ഇമാം ബുസൂരി അല്ലാഹു അങ്ങേ അനുഗ്രഹിക്കട്ടെ അന്നസ്സു കത്തിഫിരീൻ തുഹമിലഹു സബ്ബാല റബ്ബിർദാടി വൈന തുഫ്തിനുഹു യൻഫതിമി ഈ ശരീരത്തെ കടിച്ചായിട്ടില്ലെങ്കിൽ പടച്ചറപ്പിന്റെ സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടു പോകും ആ സ്വർഗത്തിന്റെ കവാടം നമ്മുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അതുകൊണ്ട് ശരീരത്തിനെതിരെ പോരാട്ടം നടത്തി കച്ചവടം നടത്തണം അറിവല്ലോ ബഹുമാനപ്പെട്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ഹിജ്റ പോവുകയാ സ്വന്തം നാടിനോടും വീടിനോടും വിട പറഞ്ഞ മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോകവേ ബഹുമാനപ്പെട്ട സിനാൻ റളിയല്ലാഹു തആല ഹിജ്റ പോവാൻ തയ്യാറെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പോയി കഴിഞ്ഞു മക്കയുടെ ഏറ്റവും വലിയ പരിമളം പോവുകയാണ് പാരിജാതത്തിന്റെ പരിമളത്തെക്കാൾ സുഗന്ധം നൽകിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖീതി കി ഗർ ഗർ ആകർ ഹലീമാ മേരാ ദിൽ മേ ഖൈറുൽ വറാ ഗയാ है ये खेती के घर घर आकर हलीमा मेरा घर में खैरुल वरा गया है മദീനയുടെ മറുഭാഗത്തുള്ള പട്ടിണി വീട്ടിലുണ്ട് മക്കത്തേക്ക് ഒരു കുട്ടിക്ക് പാല് കൊടുക്കാൻ പോയപ്പോ പട്ടിണി പാപമായ ആമിനയുടെ പൊന്നുമോനിനെ മുത്തിനെ മാറിയെടുത്ത് മടിത്തട്ടിലെത്തി മദീനയിലേക്ക് തിരിച്ചു വരവേ സ്വന്തം മടിത്തട്ടിലേക്ക് പ്രിയപ്പെട്ട പൊന്നുമോനെ മലത്തി കിടത്തി മുലപ്പാല് കൊടുക്കുമ്പോ എത്ര വലിയൊരു സ്ഥാനമാണ് ഹലീമക്ക് പിന്നെ ഹലീമ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രകൃതിയുടെ നായകനെ മുലയൂട്ടി വളർത്തുന്ന സഹോദരങ്ങളെ ഹലീമത്തെ സരിയാളം മടിയിൽ കിടന്ന് മുലയൂട്ടുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുലകുടി പ്രായത്തിൽ പോലും ഒരേ ഒരു സ്ഥലത്ത് നിന്നല്ലാതെ പാല് കുടിച്ചിട്ടേയില്ല ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുകയാണ് രണ്ടാമത്തെ സ്ഥലമെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെഞ്ചുണ്ടിലേക്ക് വെച്ചു കൊടുത്താൽ ആ പഞ്ചമുഖ പൂത്തേനിതൾ അതരത്തിലേക്ക് വെച്ചു കൊടുത്താൽ ആ സ്ഥലത്ത് നിന്ന് പിന്നീട് മുലപ്പാൽ കുടിച്ചിട്ടില്ല എന്തെന്നറിയുമോ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹക്ക് വേറൊരു മോൻ കൂടിയുണ്ട് രണ്ട് സ്ഥലത്തിൽ നിന്ന് താൻ പാല് കുടിച്ചാൽ മറ്റേ കുട്ടി പട്ടിണിയാകുമല്ലോ എന്നോട്ടിട്ട് മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് പോലും തന്റെ ശരീരത്തെ തന്നെ നെഫ്സിനെ പിടിച്ചു നിർത്തി ലോകത്തിന്റെ മുത്തേ ആദർശത്തിന്റെ സത്തേ ആമിനയുടെ പൊന്നുമോനെ ഫഹ്മീ വസിനി വാഖിറുദി ഇൻഷാ അല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ആ പ്രവാചക പുങ്കവരുടെ പരിശുദ്ധിയുടെ പ്രബന്ധത്തിന്റെ തിരുപ്പിറവിയുടെ ആഭരണങ്ങൾ പാടിപ്പകറ്റുന്ന ഒരു റബീന്റെ പൊന്നമ്പിളി തിങ്കലക്കലയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏത് പറഞ്ഞിട്ടാണ് മധു പറഞ്ഞു മുടിയുമോ സുജായി പറഞ്ഞതുപോലെ മദനമന മുടി അടകും നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ മദനമന മുടി അടകും നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ ഈ പ്രവാചകന്റെ പരിമളങ്ങൾ പാരിജാതത്തിന്റെ പരിമളത്തെക്കാൾ വലിയ ഈ പരിശുദ്ധിയുടെ പരിപാലനത്തെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു അവസാനിപ്പിക്കുക മദീനയിലേക്ക് പാരായണം ചെയ്തു പോകവേ സിനാൻ റളിയല്ലാഹു തആല തന്റെ ഒട്ടകപ്പുറത്ത് കടന്നു വന്ന് മുത്തിന്റെ പുറകെ പോകാൻ മക്ക ഖുറൈശികൾ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു സിനാനെ ഞാനുണ്ട് മുത്തിന്റെ പുറകെ പോവുകയാണ് മദീനയിലേക്ക് ആ സമയത്ത് സിനാനെ പിടിച്ചു നിർത്തിയിട്ട് സിനാൻ ഈ നിന്റെ സമ്പാദ്യം ഈ മക്കയിൽ വന്നിട്ട് നീ സമ്പാദിച്ചതാണ് അതുകൊണ്ട് ഈ സമ്പാദ്യം മുഴുവനും മക്കയിൽ വേട്ടിച്ചിട്ട് പോയിക്കൊള്ളുക സഹോദരങ്ങളെ ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹം പണത്തിനോടാണത് ഒരു പുരുഷായുസ് കൊണ്ട് താൻ സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ സിനാൻ റളിയല്ലാഹു തആല ചിന്തിച്ചത് എന്തെന്നറിയുമോ വരിദുവാനും മിനല്ലാഹി അക്ബർ അല്ലാഹുവിന്റെ തൃപ്തിയല്ലേ വലുത് സമ്പാദ്യം മുഴുവനും മക്കയിലേക്ക് വലിച്ചെറിഞ്ഞു ഒട്ടകപ്പുറത്ത് പോകാണ് നിങ്ങളെ അബൂജഹൽ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു സിനാൻ ഈ
ഒട്ടകവും മക്കയുടെ സമ്പാദ്യമാണ്. മദീനയിലേക്ക് പോകുന്നുവെങ്കിൽ ഈ ഒട്ടകത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറയവേ, ഒട്ടകത്തെയും ഉപേക്ഷിച്ച് ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയുടെ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് ഒട്ടകത്തെയും വിട്ട് 450 കിലോമീറ്റർ കാൽനടയായി നടന്നു പോയ മഹാനായ സ്വഹാബിയാണ് സിനാൻ റളിയല്ലാഹു അൻഹു. മരുപ്പറമ്പിന്റെ മുകളിലൂടെ, ചുറ്റുപടുത്ത മണലാരണ്യത്തിന്റെ മുകളിലൂടെ തന്റെ ഒട്ടകത്തെയും ഒരു പുരുഷായുസിന്റെ സമ്പത്ത് ഉപേക്ഷിച്ചിട്ട് തന്റെ ശരീരമല്ലല്ലോ അല്ലാഹുവിന്റെ തെറ്റിയാണ് വലുത്. നടന്ന് 450 കിലോമീറ്റർ നടന്ന് മരുപ്പറമ്പിലൂടെ കാലിടേന് മദീനയിലെത്തി സിനാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ് നടന്നു വരുന്ന സിനാനിന്, മരുപ്പറമ്പിലൂടെ നടന്നു വരുന്ന സിനാനിന്. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കവയത്തടത്തിലൂടെ കണ്ണുനീരെ തടവെണ്ണ തുടങ്ങി സിനാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേ ഓടി ചെല്ലുമ്പോൾ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരേ ഒരു വാക്ക് ഈ സദസ്സിന്റെ അവസാനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരീരത്തെ പിടിച്ചു നിർത്തണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിനാനേ സിനാനേ, ഒരു പുരുഷായുസിന്റെ സംബന്ധം തന്റെ ഏകമാർഗമായ ഒട്ടകവും വലിച്ചെറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഭൂമേനിയുടെ പുറകെ നടന്ന സിനാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയ്യിലൊന്നുമില്ലാതെ വരവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിനാനേ 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 തിജാറത്തുക യാ സിനാൻ. ലോകചരിത്രത്തിൽ ഇതേപോലെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിനാനേ തിജാറത്തുക യാ സിനാൻ, തിജാറത്തുക യാ സിനാൻ. സിനാനേ, നീ ഇന്ന് ചെയ്ത കച്ചവടം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ലാഭകരമായ കച്ചവടമാണ് സിനാൻ. സിനാൻ റളിയല്ലാഹു തആല നെട്ടിത്തെറിച്ചു പോയി നബിയെ. ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ വലിച്ചെറിഞ്ഞിട്ട് വെറും കൈയോടെ വരുമ്പോ എനിക്കിന്ന് നഷ്ടമാണ് നബിയെ, നഷ്ടമാണ് നബിയെ. അഖിലത്തിന്റെ സമസ്താവേ, ഇത് ഹൃദയത്തിന്റെ കണക്ക് മുട്ടുന്നവന് മനസ്സിലാവില്ല. പിന്നെങ്ങനെ എന്റെ കച്ചവടം ലാഭമാകും നബിയെ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സിനാനേ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പടച്ചിറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ ശരീരത്തിന്റെ മോഹമായ സമ്പത്തിനെയും ഒട്ടകത്തെയും ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീ വരാനൊരുങ്ങവേ ആകാശത്തിൽ നിന്ന് ജിബ്രീൽ വന്നു, സിനാൻ നിന്റെ പേരിലായ തറങ്ങി സിനാൻ. വെറും കൈയുമായി മക്കയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ നിന്റെ പേരിലായ തറങ്ങി സിനാൻ. എന്തേ നബിയെ? ആ സമയത്താണ് റസൂൽ ഓതി കേൾപ്പിച്ചത്, വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ബിത്തിഗാ മറളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. വമിനന്നാസി, ചില മനുഷ്യരുണ്ട്, അല്ലാഹു നമ്മളെ അതിനെ പിടിച്ചുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട ദുരിതങ്ങളുടെ ചിന്താശേഷി പണയപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെയും വിരാരാധനയും പള്ളിമേടകൾ ഉറക്കം നടച്ച് ഏതെങ്കിലും പെണ്ണുപോയി ചുംബനത്തിന് വിളിച്ചാൽ അവളുടെ പവിടാതരങ്ങൾ തന്റെ ചുണ്ടു ചേർത്ത് വെച്ചിട്ട് ജീവിതത്തിന്റെ രതിസുകരം പകരുന്ന ചുംബന സമരത്തിന്റെ ആധുനിക വറ്റാക്കലല്ല. ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട്, അവരേത് ചെറുപ്പക്കാരെന്നറിയോ? ചൂണ്ടിക്കാണിക്കുന്ന എതിരാളിയുടെ പള്ളയിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റുന്ന ക്ഷുഭിത യൗവനമല്ല, പിന്നെയോ മയ്യശ്രീ നഫ്സഹു ബിത്തിഗാ മറളാത്തില്ലാഹ്. പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി, പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി ഈ പച്ചമണ്ണിൽ നിന്ന് എന്നെ നിങ്ങളെ പടച്ചെടുത്ത പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി മയ്യശ്രീ നഫ്സഹു ബിത്തിഗാ മറളാത്തില്ലാഹ്. പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി അവര് സ്വന്തം ശരീരത്തെ വിൽപ്പന നടത്തിയവരാ. അവരാരാ? പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി അവരുടെ നഫ്സിനെ, ഏറ്റവും വലിയ ശത്രുവിനെ അവർ വിൽപ്പന നടത്തി. ഇതാണ് ഏറ്റവും വലിയ ലാഭ കച്ചവടം. അല്ലാഹു തരട്ടെ. റബിഹത്തിജാറത്തുക യാ സിനാൻ, സിനാനെ നിന്റെ കച്ചവടം ഏറ്റവും വലിയ ലാഭമാണ്. നമ്മുടെ മുമ്പിലോ നഷ്ടമാണ്. ഏറ്റവും നല്ല ശത്രുവിനെ വിൽപ്പന നടത്തി എനിക്ക് വേണ്ട, എന്നിട്ട് ഏറ്റവും നല്ല മിത്രത്തെ ആദ്യത്തെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രുവിനെ വിറ്റു. എന്നിട്ട് പകരം എന്ത് വാങ്ങിച്ചു?
നമ്മൾ സാധാരണ പറയില്ലേ, ഇത് കൊടുത്തിട്ട് കടിക്കണ പട്ടിയെ മേടിച്ചു, എന്താ എന്റെ തുറക്കുന്നതിന് ഒരു പഴഞ്ചൊല്ല് പറയില്ല, എന്തോ കൊടുത്തിട്ട് പട്ടിയെ മേടിച്ചു കടിക്കണ പട്ടീനെ. അങ്ങനെയല്ല, കയ്യിരുന്ന കാശ് കൊടുത്തിട്ട് കടിക്കണ പട്ടീനെ വിളിച്ചു. വഫീ റിവായത്തിൻ ഉഖ്റ, വേലിയിലിരുന്ന് തോളിനെടുത്തു, വേലിയിലിരുന്ന് പാമ്പിനെടുത്ത് തോളി വെച്ചു. ഇതങ്ങനെയല്ല. ഏറ്റവും വലിയ ശത്രുവിനെ കൊടുത്തിട്ട് മിത്രത്തെ വാങ്ങിച്ചു. ഏറ്റവും നല്ല മിത്രമാരാ? നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളതാരോട്? ആർക്കാ? നമ്മുടെ ഭാര്യയ്ക്ക് ആണോ? നമുക്ക് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളത് ആർക്കാ? നമ്മുടെ ഭാര്യയ്ക്ക്, കൂട്ടുകാർക്ക്. നീ ഒരു തെറ്റ് ചെയ്താൽ എന്റെ കൂട്ടുകാരോട് 4 പേരോട് പറയില്ലേ? പറയില്ലോ. നമ്മളവൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല അവൻ. നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ ഭാര്യ കണ്ടോണ്ടിരിക്കോ? നീ ഭാര്യ ഇല്ലാത്ത സമയത്ത് വീട്ടിലെ വേലക്കാരിയുമായി കിടപ്പറവ് കിട്ടും. അറിയാതെ ഭാര്യ അത് കാണാൻ ഇടയായി. ഭാര്യ വാതിലിന് മോളിൽ നിന്നിട്ട് അല്ലാഹു അറിയാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ ആ സമയത്ത് നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ കൂട്ടുകാർ വിളിച്ചു പറയും, നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ ഭാര്യ നിന്നോട് വിളിച്ചു പറയും. പക്ഷേ ഒരു നീ തെറ്റ് ചെയ്താൽ ആദ്യം കാണുന്നടാരാ? കണ്ണനരമ്പിനേക്കാൾ അടുത്തിരിക്കുന്ന അള്ളയല്ലേ കണ്ടത്? അള്ള കണ്ടിട്ടല്ലേ ഭാര്യ കണ്ടത്? അള്ള കണ്ടിട്ടല്ലേ കൂട്ടുകാര് കണ്ടത്? പക്ഷെ അള്ള കണ്ടിട്ടും അള്ളയത് വെളിവാക്കിയില്ലല്ലോ. അവനാ തെറ്റിനെ ആരും അറിയാതെ മറച്ചു വെച്ചു. അല്ലേ? കാരണം എന്താ? ഇന്ന റബ്ബീ കരീബും വദൂദ്. എന്റെ റബ്ബ് ഏറ്റവും അടുത്തവനാണെങ്കിലും വദൂദ്, അവൻ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവനാ. വദൂദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹമുള്ളവൻ. അപ്പോ ശത്രുവിനെ വിട്ടിട്ട് മിത്രത്തെ വാങ്ങിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ജീവിതത്തിന്റെ ആദ്യത്തെ ശത്രു നഫ്സ്, അതിനെ പോരാടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്മാരെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നഫ്സിനെ ഞാനെന്റെ വിഷയം പറ്റുന്ന പോലെ അവസാനിപ്പിക്കാൻ അള്ളാഹു ആ ബോധം തരട്ടെ. കാരണമേടാ ഏറ്റവും സ്നേഹമുള്ളത് അള്ളാഹുവിനാ. ഈ ശത്രുവിനെ വിട്ടാൽ കിട്ടുന്നത് മിത്രത്തെയല്ലേ? ആ മിത്രം കൂടെ ഉണ്ടെങ്കിൽ പേടിക്കുന്നത് എന്തിനാ? തലയും കുലിക്കുമെന്ന് ആനപ്പടയെ ചെറിയ ഒരു കല്ലുകൊണ്ട് ഓടിച്ചവനല്ലേ അല്ലാഹ്? അവനല്ലേ കൂടെയുള്ളത്? പിന്നെ ആരെ പേടിക്കാനാ? പിന്നെ ഏത് സുരേഷ് ഗോപി വന്നാലുണ്ട്, അവന്റെ അപ്പൂപ്പ വന്നാലുണ്ട്, എടാ മോനെ പിന്നെ ആര് വന്നാലുണ്ട്? ആരാ കൂടെയുള്ളത്? അബ്രഹത്തിന്റെ ആനപ്പടയെ ഒരു ചെറിയ കരിങ്കല്ല് കൊണ്ട് ഓടിച്ചവനല്ലേ അല്ലാഹ്? ആനപ്പടയും അബ്രഹത്തും ഓടിയപ്പോ മക്കയിലെ കൊച്ചുകുട്ടികള് ആനപ്പടയെ നോക്കിയിട്ട് കളിയാക്കി പാടിയില്ലേ? അയിനല്ലിലാഹു വല്ലിലാഹു താലിബു വല്ലരനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു. ചരിത്രത്തിൽ കാണാം, അബ്രഹത്തിന്റെ ആനപ്പട ആകാശത്തുനിന്ന് വെട്ടുകിളി എറിഞ്ഞ കല്ലുകൊണ്ട് ഓടുകയാണ്. ആനയെ എറിഞ്ഞോടിച്ചതാരാ? വെട്ടുകിളി. വെട്ടുകിളിയുടെ കയ്യിലിരുന്നിട്ട് അലം തര കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജൽ കൈദഹു ഫീ തദ്ലീൽ വഅർസല അലൈഹിം. എന്തിനെന്നറിയ എനിക്കറിയാഞ്ഞിട്ടില്ല. ഈ വെറുതെ ഇരിക്കണ്ട. ഈ തൊയ്റൻ അമാബി നോക്കിയാൽ ഇപ്പൊ തന്നെ 800 നന്മ കിട്ടി. ശരിയില്ല, തൊയ്റൻ അമാബി നോക്കിയാൽ ഇപ്പൊ തന്നെ 800 നന്മ കിട്ടി. അപ്പൊ ചുമ്മാ ഇരിക്കണ സമയത്ത് ഇത് ഓതിയാൽ മിസാൻ എന്ന ക്ലാസ്സിലേക്ക് ഇച്ചിരി നന്മ ഏതായാലും ഉണ്ടാവും. മർമ്മം നോക്കി പ്രയോഗിക്കുന്നവനാണ് അഭ്യാസി. ഇപ്പൊ ആഹാരമില്ലാതെ വേറെ ചിന്തയില്ലതാണ്. ഈ സമയത്ത് ഓതിയാൽ അതിന് 8000 നന്മ കിട്ടും. തൊയ്റൻ അമാബി ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ആകാശത്തൂടെ പറക്കുന്ന ഈ വെള്ളിന്റെ നാലിലൊന്ന് വലിപ്പമില്ലാത്ത വെട്ടുകിളിയുടെ വായിലൊതുങ്ങിയ കല്ല്. അപ്പൊ ആ കല്ല് എത്ര ഉണ്ടാവും? വെട്ടുകിളി നകത്തി കല്ലത്തിന്റെ നാലിലൊന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ വായിലൊതുങ്ങുന്ന കല്ല് എത്ര ഉണ്ടാവും? ആ കല്ല് താഴേക്ക് വന്നപ്പോ വൈക്കോൽ കൂട്ടം ചിതറുന്നത് പോലെ ചിതറിയോറി ആനപ്പട. ഈ ആനപ്പട ഓടുന്നത് കണ്ടപ്പോ മക്കയിലെ തെരുവ് കുട്ടികളെ കൈയടിച്ച് പാടിയതാണ് അയിനല്ലിലാഹു വല്ലിലാഹു താലിബു വല്ലരനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു. എന്തേ
മുറിമൂക്കൻ രാജാവ് തോറ്റുപോയി. ഈ അബാബീലെറിഞ്ഞ കല്ല് അബ്രഹത്തിന്റെ മൂക്കിൽ വീണിട്ട് മൂക്ക് മുറിഞ്ഞുപോയി. അബ്രഹത്തിന്റെ മൂക്കിലാണ് വീണ് മൂക്ക് മുറിഞ്ഞു പോയി. അങ്ങനെയാണ് വല്ല അറന്നമൽ മകലൂബ് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് അങ്ങനെ ഉണ്ടായതാണ്. അത് അബ്രഹത്താണ്. മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് അല്ലേ? ഖുർആൻ പറയാത്തല്ലോ മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് അങ്ങനെ ഉണ്ടായത് എന്ന് നിങ്ങൾ വിചാരിച്ചോളി. നമ്മുടെ ഖുർആനല്ലേ, എന്താ അങ്ങനെ ആയിക്കൂടെ? മലയാളത്തില് KPSC നാടകം ഉണ്ടല്ലോ, നാരായണത്ത് ഭ്രാന്തൻ. എന്താ നാരായണത്ത് ഭ്രാന്തൻ? അത് നിങ്ങൾക്ക് അറിഞ്ഞു, നിങ്ങൾ മുഴുവൻ മുത്തക്കിങ്ങളാ. KPSC പഴയ നാടകമാണ് നാരായണത്ത് ഭ്രാന്തൻ. ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയുന്നത്? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാനാർ ഫുട്ബോൾ ഗ്രൗണ്ടില് KPSC നാടകം. നാരായണത്ത് ഭ്രാന്തൻ, കല്യങ്കാട്ട് നീലി, പിന്നെ പറഞ്ഞോണ്ടല്ലോ നമ്മുടെ താഴെപ്പുഴയിലെ കണ്ടിട്ട് നമ്മുടെ അയലോക്കക്കാരൻ, നിങ്ങളെ അയലോക്കക്കാരാ. അപ്പോ അന്ന് ഞാനത് പോയി നാരായണത്ത് ഭ്രാന്തൻ കണ്ടു. എന്താ നാരായണത്ത്? ഇത് നോക്ക് കുട്ടികളെ, ഈ ഇരിക്കുന്ന ആഫ്രിക്കനായ കുട്ടികൾ പഠിക്കുന്നത് മരിക്കാൻ ഓതാനുള്ള കിതാബാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇത് വെക്കുമ്പോ മുത്താനും എടുക്കുമ്പോ പിന്നെ 3 പ്രാവശ്യം മുറിച്ചു മുത്താനും അല്ല. ഈ സാധനം KPSC നാരായണത്ത് ഭ്രാന്തൻ. ഞാനൊരു ഒരു 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 ഗവേഷണത്തിന്റെ വാതിൽ തുറന്നു തരികയാണ്. ഒരു വാതിൽ തുറക്കണം, ഇവിടെ നിങ്ങൾ കടന്നു നോക്കിക്കൊള്ളുക. നാരായണത്ത് ഭ്രാന്തൻ ആരാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ മലയുടെ മുകളിലോട്ട് കല്ല് ഉരുട്ടി കയറ്റും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്രയും നേരം ചവിട്ടി കയറ്റിയ കല്ല് അവിടെ ഉരുട്ടി താഴോട്ട് വിട്ടിട്ട് ഇതല്ലേ നാരായണത്ത് ഭ്രാന്തൻ ആണല്ലോ. അത് കണ്ടിട്ട് കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു കഥാപാത്രം ഇല്ലെന്നാണ് കാളിദാസ് കൃഷ്ണൻ നായർ എഴുതിയത് അല്ലേ? എന്നാൽ മോനെ ഇത് എവിടെ നിന്നാ? ഖുർആൻ പറയുന്നുണ്ട്, വലാ തകൂനൂ കല്ലതീ നഖലത ഗസിലാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഹാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് നൂറ്റിട്ട് വൈകുന്നേരം ആ നൂറ്റ നൂല് തിരിച്ചു കിടക്കുന്ന പെണ്ണിനെ പോലെ നിങ്ങളാവാൻ പാടില്ല. മക്കയിലൊരു പെണ്ണുണ്ടായി. നമ്മളുടെ ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് ചൂട്ടുക, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചിറക്കുക. അപ്പൊ നാരായണത്ത് ഭ്രാന്തൻ അവിടെ ഉണ്ടായി. ചിന്തിക്കു കുട്ടികളെ. ഡൽഹി ശാസ്ത്ര കോൺഫറൻസിന്റെ പ്രബന്ധത്തിൽ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിച്ചത് പുഷ്പക വിമാനമാണ് ലോകത്തിലെ വിമാനത്തിന്റെ ആദ്യത്തെ റോൾ മോഡൽ. ഈ കഴിഞ്ഞ മാസം നരേന്ദ്രമോദിയുടെ സർക്കാർ വാടകയ്ക്കെടുത്ത ആളുകൾ അവതരിപ്പിച്ചത് ലോകത്തിലെ ആദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണ്. ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ഗണപതിയുടെ തല വെട്ടിട്ട് അതിന്റെ മുകളിൽ ഞാൻ നോക്കണമെന്നുണ്ടാ എന്റെ കാര്യം എന്നാൽ വിവരമുള്ള മുഴുവൻ ഹിന്ദുക്കളും പറഞ്ഞു ഇത് ഭാരത ദർശനത്തെ അപമാനിച്ചു. സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ പോലും പറഞ്ഞു ഇത് അന്ധവിശ്വാസജടിലും അബദ്ധജടിലും മിഥ്യാധാരണകൾ ശാസ്ത്രബോധം തൊട്ടുനിന്നിട്ടില്ലാത്ത കണ്ടുപിടുത്തങ്ങൾ. ഗണപതിയുടെ തല വെട്ടിയിട്ട് അതിന് മുകളിൽ ആനയുടെ തല വെച്ചതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി. അർജുനനും സൂര്യപുത്രനായ കർണനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അസ്ത്രം കൂട്ടിയൊട്ടിച്ചപ്പോഴാണ് ആദ്യത്തെ വൈദ്യുതി ഉണ്ടായത്. ഏത് മണ്ഡലത്തിലും പറഞ്ഞു ആരെങ്കിലും പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനമെന്ന്. അബ്ബാസ് ബിൻ സർഫറാസ് എന്ന മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം സൂറത്തിൽ മുൽക്കോലിക്കൊണ്ടിരിക്കുമ്പോ അവനം യറൗഇനതൈരി ഫൗഖഹും സാഫാത്തിൻ വയകബലന മാ യുംസികുഹുന്ന ഇല്ലാ റഹ്മാൻ. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ? അതെങ്ങനെയാണ് ആകാശത്തിൽ പറക്കുന്നത്? മാ യുംസികുഹുന്ന ഇല്ലാ റഹ്മാൻ. അത് പടച്ചറപ്പ് വീടാണ് പിടിച്ചു നിർത്തിയത് കൊണ്ടാ. അബ്ബാസ് ബിൻ സർഫറാസ് ചിന്തിച്ചു പക്ഷിക്ക് പറക്കാമെങ്കിൽ മനുഷ്യനെന്തേ പറഞ്ഞുകൂടാ? സൂറത്തുൽ മുൽക്കിന്റെ ആയത്തോറിയപ്പോ അദ്ദേഹം മുതുകത്തിലെ ചിറക് കെട്ടിവെച്ചിട്ട് വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി പറക്കല് നടത്തി. 7 മിനിറ്റ് അദ്ദേഹം അന്തരീക്ഷത്തിലൂടെ പറന്ന് നടന്നു. സൂറത്തുൽ മുൽക്കിന്റെ ആയത്ത് കണ്ടപ്പോ തോന്നിയ ഗവേഷണമാണ്. പക്ഷേ പറക്കാനുള്ള അത്യാഗ്രഹത്തിന്റെ ഇടയിൽ എങ്ങനെ ലാൻഡ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ മറന്നുപോയി. ആ പറക്കല് വീണ് അദ്ദേഹം മരിച്ചുപോയി. അബ്ബാസ് ബിൻ സർഫറാസിന്റെ ആദ്യത്തെ പറക്കലാണ്. വിമാനം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പ്രേരകമായിടന്ന് റൈറ്റ് സഹോദരന്മാർ അവരുടെ ആത്മകഥയിൽ പച്ചവെള്ളം ചേർക്കാറ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാരെ നേട്ടോ? പറമണിയിൽ ആരെ നേട്ടോ? ഖുർആൻ പുഷ്പകുമാനാണ്. എന്റെ അതിനകത്ത് വിട്ടേക്കട്ടെ. അല്ലാഹു തൗഫീഖ്. നാളെ ഞാൻ തലച്ചറ പ്രസംഗിക്കരുത്. ഖുർആൻ സാധിച്ച വിപ്ലവം. ആയുർവേദം ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ഖുർആനാണ്. ജനസംഖ്യാശാസ്ത്രം ആദ്യം പറഞ്ഞത് ഖുർആനാണ്. ബയോളജി പറഞ്ഞത് ഖുർആനാണ്. നോൺ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് ലോകത്ത് പറഞ്ഞൊരു ഗ്രന്ഥം പറയണോ?
അല്ലേ നമ്മുടെ വിഷയമാണ്. വെജിറ്റേറിയൻ ആണ് ഏറ്റവും നല്ല, ഞാൻ ഉദാഹരണം പറയാം, നാളെ ഇതിന്റെ ബാക്കി ഞാൻ തലച്ചരം പറഞ്ഞിട്ടുണ്ട്. വെജാണ് ഏറ്റവും നല്ല ഭക്ഷണം, അത് നോൺ വെജാണ്. ശരീരത്തിന് ഏറ്റവും നല്ലതാണ് വെജാ. അറ്റാക്ക് വരുമ്പോൾ ഡോക്ടർമാര് പറയും ആളെ ഇറച്ചി തിന്നുന്നത് നിർത്തണം, ഇനി പച്ചക്കറി തിന്നോ. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? ശരീരത്തിന് ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? പച്ചക്കറി. ഇപ്പൊ പറയണ കാര്യം ഇനിയിപ്പോ ഇറച്ചി തിന്നാൻ ദഹിക്കില്ല. എന്താ വെജിറ്റേറിയൻ? ഏറ്റവും നല്ല ശരീരത്തിന് നല്ല ഭക്ഷണം വെജിറ്റേറിയൻ ആണ്. നാം പറയുമ്പോ ഖുർആൻ പറയാണ്, മൂസാ നബി ബനു ഇസ്രായേലിനെ കൊണ്ട് പോകവേ അവർക്ക് അല്ലാഹു മന്നും സെൽവയും ഇറക്കി കൊടുത്തു. എന്താ മന്നും സെൽവ? കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേരുമാണ്. ഇറച്ചിയും തേരും മുക്കി തിന്നപ്പോ നന്ദി കെട്ട ബനു ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നോൺ വെജിന്റെ ഭക്ഷണം വേണ്ട. ഏ മൂസാ നബിയേ, ഏ മൂസാ നബിയേ, മിമ്പക്കിരികാവ കിത്തായികാവ ഭൂമി ഇനി ഞങ്ങൾക്ക് പയറുമണിയും ഗോതമ്പ് സവാളയും പച്ചക്കറിയും മതി. ആ സമയത്ത് നോൺ വെച്ച് കൊടുത്തപ്പം വെച്ച് മതി എന്ന് പറഞ്ഞ ബനു ഇസ്രായേലിനോട് മൂസാ നബി പറഞ്ഞ ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്, ഏറ്റവും മുന്തിയ ഭക്ഷണം തന്നിട്ട് ഏറ്റവും ലോക്കൽ ഭക്ഷണം നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണോ? അപ്പൊ ഏറ്റവും മുന്തിയ ഭക്ഷണം ഏതാ? തിരിച്ചു പറഞ്ഞ ഏറ്റവും വലിയ ഭക്ഷണം ഏതാ? നോൺ വെജാണ്. ഏറ്റവും താഴ്ന്ന ഭക്ഷണം ഏതാ? വെജാണ്. അപ്പൊ പിന്നെ ഡോക്ടർ പച്ചക്കറി അടിക്കാൻ പറഞ്ഞേണ്ട, അത് ഇപ്പോഴത്തെ കോഴി കടിക്കരുതെന്നാണ്. ഇപ്പോഴത്തെ കോഴി 40 ദിവസം കൊണ്ട് അതിന്റെ പ്രസവം കഴിയും, പെട്ടണീക്കലും കഴിയും, 40 ദിവസം കൊണ്ട് പ്രായപൂർത്തിയാവുകയും ചെയ്യും, നമ്മുടെ വയറ്റിലാവുകയും ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ ഹോർമോണ്. എന്നാൽ നല്ല നാടൻ കോഴി വെച്ച് ഉപ്പാപ്പ ഇപ്പോഴെനിക്ക് നോക്ക്. കാരണം എന്താ? ഇത് ചിരിക്കാനല്ല കുട്ടികളെ, ഖുർആൻ പഠിക്ക്. ചെറുപ്പക്കാരെ ധാരണ എന്താ? ഇതേതോ പഠനം വരുന്ന മൂല്യാരും മുക്കറി ഓതാൻ പോയതാണ്. അല്ല മോനെ, ഇത് ശാസ്ത്ര ഗ്രന്ഥമാണ്. നാളെ തലച്ചറയിൽ അതാണ് വിഷയം. അല്ലാഹു ബോധം തരട്ടെ. ഞാനെല്ലാം പറഞ്ഞേനെ. എത്ര ശാസ്ത്രങ്ങൾ. നമ്മൾ ലോകത്തെ കുറിച്ച് പറയുമ്പോൾ 120 കോടി. ഇന്ത്യ ജനസംഖ്യ 120 കോടി. ഒരു രാജ്യത്ത് അറിയുന്നത് ജനസംഖ്യയുടെ പേരിൽ. പെണ്ണുങ്ങളെ അല്പം ക്ഷമിക്കാൻ വാങ്ങു പറയാം. മുത്തല്യങ്ങളൊക്കെ ഇരിക്കുമ്പോ ഇവരെന്താ പഠിക്കണമെന്ന് ഇവര് തന്നെ അറിയാം. എന്റെ പൊന്നു മോനെ, എന്താ എന്നെ പേര് പറഞ്ഞ? ജനസംഖ്യ 120 കോടി. ഇപ്പോഴും നിങ്ങൾ പച്ചക്കറി കടക്കി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയി. പച്ചക്കറി കഴിഞ്ഞ് പരച്ചക്കൂടെ കഴിഞ്ഞ് നമ്മളിപ്പോ തിരുവനന്തപുരത്തെത്തി. ഇങ്ങോട്ട് നോക്കി. യഥാർത്ഥത്തിൽ ജനസംഖ്യയാണ് ഇന്ത്യയുടെ ജനസംഖ്യ 120 കോടി. നമ്മുടെ ശശികല ടീച്ചർ പ്രസംഗിച്ചത് അവിടെയാണ്. ശശികല ടീച്ചർ പറഞ്ഞു, ഖദീജ 10 പറയുമ്പോ കൗസല്യ കല്യാണി 1 പറക്കുന്നുള്ളൂ. അതുകൊണ്ട് കല്യാണി 10 പറയണം. എന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമാകും, ന്യൂനപക്ഷമായി ഹിന്ദുക്കൾ ഒലിച്ചു പോകുന്നതാണ്. ശശികല ലോകത്തെ ഏറ്റവും വലിയ കള്ളം പറഞ്ഞു. ശശികല പറഞ്ഞ പച്ചക്കള്ളം. ശശികല പറഞ്ഞ പച്ചക്കള്ളമാണ്. കാരണം കല്യാണി ഖദീജ 10 വെച്ചു, കല്യാണി 4 പെട്ടുള്ളൂ. ഇനി മുസ്ലിം ഭൂരിപക്ഷം വർദ്ധിക്കും എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത്. പച്ചക്കള്ളമാണ്. കല്യാണി 10 പെറ്റാൽ പോലും ഇനി ഖദീജ 10 വെച്ചു, കല്യാണി 4 പെട്ടുള്ളൂ. എന്നാലും ഇന്ത്യയിൽ ഹിന്ദുക്കളെക്കാൾ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാകണമെങ്കിൽ 652 വർഷം വേണം. ആ തോതിൽ പെട്ടാൽ, ഈ തോതിൽ കല്യാണി 4 ഖദീജ 10 വെച്ച് പെട്ടാൽ പോലും ഈ ഹിന്ദുക്കളെക്കാൾ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ 652 വർഷം പറയണം. എന്തിനാണ് ഈ പാവങ്ങളെ പറഞ്ഞു? നീനൊക്കെ കേട്ടിട്ട് അന്തം വിട്ട് അന്താലിച്ചേക്കാൻ എന്തിനാ? ഈ മതേതരത്തെ തകർക്കാനുള്ള നന്മയുടെ ഹിന്ദുവും മുസ്ലിമും ഒരേപോലെ ജീവിച്ച ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ ചിന്തയെ തിരിച്ചറിയാൻ ഇന്ത്യ മറുപടി പറയുന്നത്. കുറച്ച് ഞാൻ പേര് സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി ജനസംഖ്യ പറഞ്ഞ ശാസ്ത്രവേദ യൂനുസ് നബിയെ നീനവായിലേക്ക് പറഞ്ഞു വിടവേ, യൂനുസ് നബിയെ പറഞ്ഞു വിട്ടത് 1 ലക്ഷം വരുന്ന ജനസംഖ്യയിലേക്കാണെന്ന് വിശുദ്ധ ഖുർആൻ. അറിയാത്തതിൽ പ്രവേശക്കാരനുണ്ട്. 100,000 1 ലക്ഷം. നീനവയിലെ ജനസംഖ്യ 1 ലക്ഷം. ഇനി നമുക്ക് തുടർന്ന് പഠിക്കാം. ഈ ഖുർആൻ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖുർആനിനെ തകർക്കാൻ ശ്രമിച്ചത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ശത്രു ആരാ? ഇബ്ലീസ് അല്ലേ? ഇബ്ലീസ് മൂന്നാമത്തെ, ഏറ്റവും ലാസ്റ്റ് ഇബ്ലീസിനെ പറഞ്ഞു.
രണ്ടാമത്തെ ശത്രുവേരാവ കലാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവൻ സയാതീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅദുഹും മിനാ ബഅദിൻ അസ്ഖുറുഫൽ ഖൗലി വറൂറാ. അല്ലാഹു പറയുകയാ, രണ്ട് ശത്രുക്കളെ ഖുർആൻ പറയുന്ന സമയത്തിന്റെ പരിമിതിയുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവൻ സയാതീനൽ ഇൻസി വൽ ജിന്നി. രണ്ടാമത്തെ ശത്രു ശയാത്തീനൽ ഇൻസി, മനുഷ്യ പിശാച്. മൂന്നാമതാണ് ജിന്നിലെ പിശാച്. അത് മനസ്സിലായോ? രണ്ടാമത്തെ ശത്രു. ഈ ശത്രുവിനെ പോരാടാൻ 7 ആയുധവും ഖുർആൻ പറയുന്നുണ്ട്. തീരെ പറയും. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാച്. ജിന്നിന്റെ യഥാർത്ഥ ഇബ്ലീസ് മൂന്നാമതാണ്. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാചുക്കളാണ്. എന്റെ കർമ്മോത്സുകതയുള്ള ഇസ്ലാമിന്റെ തേജസ്സും ഓജസ്സും കർമ്മോത്സുകയുള്ള ചെറുപ്പക്കാരാ, ഈ ലോകത്തിന്റെ മനുഷ്യ പിശാചുകൾക്കെതിരെ ധർമ്മസമരം നടത്താം. പറ്റൂലേ? എന്താ കിട്ടുക? മനുഷ്യ പിശാചുക്കൾ എന്തൊക്കെയാ? ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒത്തിരി പിശാചുക്കൾ നമ്മൾ നടുവിലുണ്ട്. പേര് ഞാൻ പറഞ്ഞിട്ട് ആ പിശാചുക്കളെ പിന്നീട് വേറെ പിശാചാക്കുന്നില്ല. ആ പിശാചുകൾക്കെതിരെ പോരാട്ടം നടത്തണം. എന്താ ഉസ്താദേ പോരാട്ടം നടത്തിയാലുള്ള മനുഷ്യ പിശാചുക്കൾ? ഇസ്ലാമിനെതിരെ, ഖുർആനിനെതിരെ അന്ധവിശ്വാസത്തോടെ ഈ സമൂഹത്തിലേക്ക് നടക്കുമ്പോ ആ മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാട്ടം നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണത്? മനുഷ്യ പിശാചുക്കൾ ധാരാളമുണ്ട്. മുസ്ലിമീങ്ങളിലുണ്ട് മനുഷ്യ പിശാചുക്കൾ. എന്റെ ഹിസ്ബുൽ പ്രവർത്തകരടക്കമുള്ളവരോട് ആ മനുഷ്യ പിശാചുക്കളോട് ഇസ്ലാമിനെ കാണുന്നുണ്ട്. ഫാസിസം മാത്രമല്ല, നാസിസം മാത്രമല്ല, സയനിസം മാത്രമല്ല, ഇസ്ലാമിന്റെ ഉള്ളിലെ മനുഷ്യ പിശാചുകൾക്കെതിരെ, അള്ളാഹുവിന്റെ ദീനിനെ വികൃതമാക്കുന്നവർക്കെതിരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ പറഞ്ഞുകൊണ്ട് ലോകത്ത് ജീവിച്ചിരുന്ന ഔലിയാക്കളുടെ ആണ്ട് നേർച്ചയുടെ പേര് പറഞ്ഞ് കലാപ്രസംഗവും ഗാനമേളയും നടത്തുന്ന മനുഷ്യ പിശാചുക്കൾ. ഈ അടുത്ത സമയത്ത് ഞാൻ അടൂര് പോയപ്പോ ഒരു പേപ്പർ എന്റെ കയ്യിൽ കിട്ടി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കളമല പള്ളിയിലാണെന്നാണ് ഓർമ്മ. രാവിലെ മക്കാ സിയാറത്ത്, 10 മണിക്ക് കൂട്ടപ്രാർത്ഥന, 11 മണിക്ക് വിധു പ്രതാപിന്റെ ഗാനമേള. ആരുടെ പേരിലാണോ ഇത്? ആരാ നടത്തുന്നത്? നമ്മുടെ നാട്ടിൽ ധാരാളമായി. ഇതിന്റെ പേരിൽ എന്റെ ഇസ്ലാമീത് പുറത്താക്കിയാൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ആരെങ്കിലും ഇമാമികളെ അനുസരിക്കാത്ത, ഖാലിമാരെ അനുസരിക്കാത്ത, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അനുസരിക്കാത്ത ഏതെങ്കിലും കമ്മിറ്റി അംഗങ്ങളോ മക്കബറ കൊണ്ട് ജീവിക്കുന്ന ഭിക്ഷാന്തരികളോ ഏതെങ്കിലും ചെയ്ത് കുട്ടിയാൽ അതിന് പണ്ഡിത സമൂഹമോ പണ്ഡിത സഭയോ ഉത്തരവാദികളല്ല. ഇവിടുത്തെ ഉൽപ്പതികൾ ഇത് പറഞ്ഞിട്ടാണ് മുതലെടുക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ ഏറ്റവും വലിയ മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എത്ര മക്കബറകൾ? അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങൾ തന്നെ തുറച്ചു നോക്കണം. സത്യം ആരെങ്കിലും പറയണ്ടേ? തുണിയില്ലാതെ രാജാവ് ഓടിയപ്പോൾ ചുറ്റുപാട് കൂടി നിന്ന മുഴുവൻ ആളുകളും പറഞ്ഞു കൊള്ളാം, അടിപൊളി. പക്ഷേ ഒരു കൊച്ചുകുട്ടിയാണ് വിളിച്ചു പറഞ്ഞത് രാജാവ് നല്ലനാണ്. അതുകൊണ്ട് കൊച്ചുകുട്ടി വിളിച്ചു പറയുന്നത് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞാൽ കേൾക്കും. പറഞ്ഞാൽ ബസ്സിന് പറയാ എന്റെ പള്ളിയിൽ പറ്റി നിങ്ങൾക്ക് സൗകര്യം ഞങ്ങളിതൊക്കെ നടത്തും. അങ്ങനെയുള്ള കുറെ കമ്മിറ്റിക്കാരുണ്ട്. ഉമറാക്കളധികവും വിവരമില്ല, ജലാശയം ഭരിക്കുന്നതിനാനാ. തടവാസ്ഥാന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉമറാക്കളധികവും വിവരമില്ല, ജലാശയം ഭരിക്കുന്നതിനാനാ. അള്ളാഹുവിനെ പള്ളി വിളിക്കുന്നവൻ അണ്ണാ ജലാശയം ഭരിക്കാൻ തുടങ്ങി. വരുമാനത്തിലേട് തോന്നിവാസവും. പള്ളിയിലെ സത്യം പറഞ്ഞപ്പോ ലോകത്ത് ഗ്യാരണ്ടി ഇല്ലാത്ത 2 സാധനമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ റൂഹും, മറ്റൊന്ന് വലിയ ജോലി. ഏത് സമയത്തും പോകാം, പറ്റില്ലേ പോയിക്കൊള്ളുക. ഖുർആൻ പറഞ്ഞതുപോലെ ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി ലനുഖരിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയത്തിനാ ഔ ലതൗലദുന ഫീ മില്ലത്തിനാ. കച്ചവടക്കാരായ മഹല്ലുകാരോട് കച്ചവടത്തിന് പലിശ മേടിക്കുന്നത് ശുഐബ് നബി പറഞ്ഞപ്പോ ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി, അവിടുത്തെ വരേണ്യ വിഭാഗം പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ ലനുഖരിജന്നക യാ ശുഐബ്, ഓ ശുഐബ് ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ മഹല്ലിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ ഔ ലതൗലദുന ഫീ മില്ലത്തിനാ, ഞങ്ങളുടെ കൂടെ വല്ലദീന തൽഫാത്തിയ ദുആ. ഇല്ല, ഖുർആൻ കാലികമാണല്ലോ. ഏതിന്റെയും അർത്ഥം അങ്ങനെ തന്നെയാണല്ലോ. എന്റെ പൊന്നു സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ അബൂജഹലാണെങ്കിൽ അബൂജഹൽ തത്തതോടുകൂടി അള്ളാഹു പോരാടാൻ തൗഫീഖ് നൽകട്ടെ. പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. സമയായോ? പൊന്നുമോനെ,
അങ്ങനെ പോരാടിയാൽ കിട്ടുന്ന നിങ്ങൾ ചോദിക്കും ഉസ്താദേ അതിന്റെ കൂടെ കൂടലല്ലേ നല്ലത്? പെണ്ണെ അത് കാണാനും ഗാനമേള കാണാനും ഓട്ടുവാ. ആരാ ഒട്ടം നടത്തുക? ആ ഒട്ടം നടത്തുന്ന ചെറുപ്പക്കാരാ നിനക്ക് കിട്ടുന്ന പ്രതിഫലമേടാ. ആ പ്രതിഫലം മനുഷ്യ പിശാചുകളോട് പോരാടിയാൽ സുബ്ഹിൽ സലാം പോലെ കുറെ ചെറുപ്പക്കാരിന് ഉയർന്നു വരണം. അല്ലാഹു നിലനിർത്തി തരട്ടെ. അല്ലാഹു നിലനിർത്തി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അങ്ങനെ പോരാടിയാൽ കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരട്ടെ. നന്നായിട്ട് മരിക്കാൻ പറ്റും. നന്നായിട്ട് മരിക്കാൻ പറ്റും. എങ്ങനെ നന്നായിട്ട് മരിക്കാൻ പറ്റും. ഒരേ കാലഘട്ടത്തിൽ ഒരു മനുഷ്യ പിശാചിനെയും പോരാടിയവരെയും കഥ ഖുർആനിലൂടെ പറഞ്ഞു. രണ്ട് എത്ര മണിക്ക് എത്തണം? നിങ്ങൾ പറയാം. അഭിപ്രായ വ്യത്യാസം കാരണം തീരുമാനം പോളിറ്റ് ബ്യൂറോയ്ക്ക് ഞാൻ തന്നെ ആ സമയത്താണ് നിങ്ങൾ ഇവിടേക്ക് ഗൗരവത്തോടെ ഇനി കേൾക്കുക. ആ സമയത്താണ് ഒരേ കാലഘട്ടത്തിലെ മനുഷ്യ പിശാചുക്കളും പോരാട്ട വീര്യം നടത്തി സമരപ്പറമ്പിന് ഏറ്റവും വലിയ ആദർശത്തിന്റെ കാവളം മുടക്കി ആധുനിക ലോകത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളുടെ കഥ പറയുമ്പോ നിങ്ങൾക്കറിയുമല്ലോ, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ പിശാചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ പിശാചാണ്. ആ പിശാചിനെ കാണാനാ പോയി. ഈജിപ്തിലുണ്ട്, അയാളെ കാണാൻ പോയി. ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 മതി. ഈ പിശാചിനെ കാണാൻ $20. ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവൻ ചുറ്റിക്കാണാൻ $2 മതി. ഈ പിശാചിനെ കാണാൻ $20 വേണമെന്ന് പറഞ്ഞ എന്റെ കാവൽക്കാരൻ. ഞാൻ പോയി കണ്ടു. പോയപ്പോ ഞാൻ വിചാരിച്ചത് ഇവൻ ഏതാണ്ട് ഇവൻ വർത്താനമൊക്കെ കേൾക്കുമ്പോൾ 60 അടി ഉണ്ടെന്നാണ് വിചാരിച്ചത്. പോയി നോക്കുമ്പോ കണ്ണാടിച്ചിട്ട് ഒരു 5 അടി 10 അടി ഉള്ളു. പച്ച ഉണക്കക്കമ്പിൽ ടാറ് തേച്ചത് മാതിരി കിടക്കുന്നുണ്ട് ആ മനുഷ്യൻ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ. എവിടെ? ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ. ആരാട്? അവനാണ് പറഞ്ഞത് അനല്ലടി മുൽക്കു മിസ്റ വഹാദിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ നൈൽ പോലും ഒഴുകുന്നത് എന്നോട് ചോദിച്ചിട്ടാണടാ. എന്നോട് ചോദ്യം ചെയ്യാൻ നീ ആരടാ? ആരാ ചോദിച്ചത്? പണ്ഡിതന്മാരെ പറയുമ്പോ, ഒരു കൂട്ടം ചെറുപ്പക്കാര് പറയുമ്പോ ഞങ്ങളാണ് ഇവിടുത്തെ ഭരണാധികാരികൾ, ഞങ്ങളാണ് പണക്കാർ. ഞാൻ പറഞ്ഞിട്ടാണ് ഈ നാടനങ്ങനെന്ന് പറഞ്ഞ ഫറോവയാണ്. അല്ലാഹുവിൽ വിശ്വസിക്കണേ ഫറോവ, പരലോകം വരും ഫറോവ എന്ന് മൂസാ നബി പറഞ്ഞപ്പോ ഫറോവയ്ക്ക് മനസ്സിലായില്ല. അവസാന ചങ്ങടിൽ കിടന്നിട്ട് ഉപ്പുവെള്ളം തന്റെ അണ്ണാക്കിലേക്ക് കയറിയപ്പോ ഫറോവയ്ക്ക് മനസ്സിലായി, ധാരണകളെ തെറ്റിപ്പോയി. ആ സമയത്താണ് ഫിറഔൻ പറയാൻ പോയത്, ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പോയപ്പോ എന്താ സംഭവിച്ചതെന്നറിയോ? ഫഅഖദഹുല്ലാഹു നകാല ആഖിറതി വഊലാ. ജിബ്രീൽ വന്ന് തൊണ്ടക്കുടിയിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി പറയണ്ടടാ, പറയാനുള്ള സമയം കഴിഞ്ഞു പോയി. എത്ര ആളുകൾ നിങ്ങളോട് തിരുത്തി തന്നനാണ്. ഈ ആഭാസം പാടില്ല, ഈ അശ്ലീലത പാടില്ല, ഈ അനാവശ്യം പാടില്ല, ഈ ആവർത്തനം പാടില്ല എന്ന് പള്ളിയിലെ കാളിയാരും പള്ളിയിലെ ആലിമീങ്ങളും പറഞ്ഞപ്പോ പുച്ഛിച്ച് തള്ളിയവര് നന്നായിട്ടും മരിച്ചില്ലടോ ഫറോവ, നന്നായിട്ടും മരിച്ചില്ല ഫറോവ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പോയപ്പോ ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊലാ. ഓർമ്മ വേണം. ജിബ്രീൽ വന്ന് അണ്ണാക്കിന് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, സക്കറാത്തിന്റെ വേദനയിൽ കേൾവ പറയാനോ വേണ്ട. ചെങ്കടലിലേക്ക് ചത്തുപോയി ഫറോവ. 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോ 400 വർഷങ്ങൾക്ക് ശേഷം ഫറോവയെ കണ്ടെടുക്കപ്പെട്ടു. അവസാന പസഫിക് മഹാസമുദ്രത്തിൽ സമുദ്ര ഗവേഷകർക്ക് ഒരു മുടിക്കെട്ട് കിട്ടി. ആ മുടി ഇപ്പോഴും മ്യൂസിയത്തിലുണ്ട്. ഇന്റർനെറ്റിൽ പരസ്യം ചെയ്തു, ഒരു മുടി കിട്ടിയിട്ടുണ്ട്, ആരുടെ ഇടങ്ങളില്ല. അങ്ങനെയാണ് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് വാങ്ങിച്ചത്. ഫറോവയുടെ തലയുടെ മറുഭാഗത്ത് ഫറോവയുടെ തലമുടിയടക്കം ലോകത്തിന്റെ ധിക്കാരികൾക്ക് പാഠമായി ഫറോവയെ കണ്ണാടി കൂട്ടിൽ കിടക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഫറോവ ചത്തത് ഏറ്റവും ഭീകരമായ മരണമാണ്. എന്നാൽ ഈ മനുഷ്യ പിശാചിനെതിരെ പടനയിച്ച ആളാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. പറ
മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന വിഷയം? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പിശാദ്, ഇവിടെ മൂസ. നമ്മൾ ആരാവണം? കാലത്തിന്റെ മൂസയോ നമ്മൾ ഫിറൗനാവരുത്. നമ്മളിപ്പോഴും ആരാ? നമ്മള് ഫിറൗൻ. ആരടാ? ഞാൻ ആദ്യം പറഞ്ഞ ആളാരാ? ഫറോവേ. ഇപ്പൊ നമ്മളാരാ? എനിക്കപ്പുറത്തേക്ക് ഉയരാണെങ്കിൽ മുക്കറിയാണെങ്കിൽ ദേവാലയത്തിന്റെ മത്താഫി തവാഫി ഉമ്രയുടെ വസ്ത്രം ഇട്ടായിരുന്നു, ഇഹ്റാമിന്റെ വസ്ത്രം. രണ്ട് ആചാര്യന്മാർ തമ്മിൽ വഴക്കുണ്ടായി. പോയ പള്ളിയിൽ അമീറായ ഉസ്താദ് പറഞ്ഞു, വഴക്കുണ്ടാക്കല്ലേ, ഹറമാണ്, ഉടുത്തിരിക്കുന്ന വസ്ത്രം കൂടി. എന്തോന്ന് ഹറം? അവിടെ ചെന്നാലും നമുക്കൊന്നും പാടില്ല. ഈ അനാനിയത്ത് പറഞ്ഞാൽ എന്നതിന്റെ അർത്ഥം എന്താ? ആ ഹജ്ജിന് പോയ ആള് അവൻ പള്ളിയിൽ വെള്ളിയാഴ്ച ഈ പൊക്കണ ആള്. അവിടത്തെ ഫറോവേ ഫിറൗൻ അബൂജഹലിൽ ചത്തെങ്കിലും ലോകത്ത് പിന്നെയും വരൂലേ? വരുവോ? ആര് പറയണല്ലേ? ഖുർആൻ പറഞ്ഞു, വകദാലിക ജഅൽനാ ലികുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹാ ലിയംകുറൂ ഫീഹാ. ഖുർആൻ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ, ഓരോ ഗ്രാമത്തിലും ഒരു കിബറുള്ളവനുണ്ടാവും. അവനാണ് അബൂജഹൽ അല്ലെങ്കിൽ ഫിറൗൻ. ഹജ്ജിന് പോയാലും ആവില്ല. ചില ആളുകൾ ഹജ്ജിന് പോയാൽ ഒന്നുകിൽ അയാൾ നന്നാവും, ഇല്ലെങ്കിൽ രണ്ടാമത് കഅബ ഒന്നുകൂടെ കഴിവേണ്ടി വരും. രണ്ടാലൊന്നും നടക്കും. അവിടെ പോയാലും മാറില്ല. ഞാൻ അനുഭവസ്ഥന 204 പേരെ കൊണ്ട് ഹജ്ജിന് പോയ അമീറാണ് ഞാൻ. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇൻഷാ അല്ലാഹ് ഇനി അമീറായിട്ട് പോകില്ല. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കാം, ഹജ്ജിന് പോയ ഒരു അമീറായിട്ട് പോയവരോട് ചോദിച്ചു. പക്ഷെ എന്താ ഹറം ഒരു വിഷയമല്ല. എന്നാ മറുഭാഗത്ത് ഫിറൗൻ പറഞ്ഞു, മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ശ്രമിച്ച ആളാണ് ഫിറൗൻ. വെച്ചോ ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ വരെ എത്തിയുള്ളൂ. നിങ്ങൾ വിചാരിച്ചെന്നാ മരിക്കണ സമയത്ത് സക്കറാത്തിന് തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് തൗബ ചെയ്യാൻ നടക്കൂലൂട്ടി. ഖുർആൻ ആളുകൾ വേണമെന്ന പെണ്ണുങ്ങളോട് ഹജ്ജിന് പോവില്ല, 50 വയസ്സ് കഴിഞ്ഞേ പോകുള്ളൂ. എന്റെ കാര്യം തിരിച്ചു വന്നാൽ പിന്നെ ഹജ്ജ് ഉമ്മാന്ന് വിളിക്കും. വയസ്സ് കൂടുതലായിട്ട് 60 കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിരിക്കുക. നന്നാവൂല പെണ്ണെ, നന്നാവൂല. ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവൻ മരിക്കുന്ന സമയത്ത് പറയാന്ന് വിചാരിച്ച നടക്കൂല. ഖുർആൻ വിഷയം വളരെ വിശാലാണ്. ഖുർആനിലേക്ക് ഇറങ്ങിയ ഒരു രസമാണ് പറയുന്നത്. എന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട വിഷയം ഖുർആനാണ്. ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമേയുള്ളൂ, ഈ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കണം. അതിന്റെ ഇടയിൽ ഇടത്തോ വലത്തോ കേൾക്കുന്ന അവസരങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കാറില്ല. അതിന്റെ ഇടയിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള പോക്കിന്റെ ഇടയിൽ ഇടത്തുനിന്നും വലത്തുനിന്നും കേൾക്കുന്ന അവശബ്ദങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കാറില്ല. ചാലിയത്തെ അഹമ്മദ് കോയ ശാലിയാത്തയുടെ ലൈബ്രറിയുടെ മുകളിൽ ഒരു വലിയ ക്ലോക്ക് ഉണ്ട്. അതിന്റെ താഴെ ഇംഗ്ലീഷ് കവിയായ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ മേശപ്പുറത്ത് പോലെ കവിത ഉണ്ടായിരുന്നു. അനക്കമറ്റു നിദ്രയില്ല ഇപ്പതിന് മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കും. എന്നെ 3 വെള്ളത്തുള്ളിയിൽ പൊതിഞ്ഞ് എന്റെ വീടിന്റെ മുറ്റത്ത് വെക്കുന്നതിന് മുമ്പ് എനിക്ക് നടന്നു നിൽക്കാൻ കുറെ പാതകളുണ്ട്. ഞാൻ ആ പാതയിലോട്ടുള്ള നടത്തത്തിലാണ്. ഞാൻ ലക്ഷ്യം വളരെ ദൂരെയാണ്. ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ ഇടതുഭാഗത്തോ ഇപ്പുറത്തോ ഇരുന്ന് അപശബ്ദം കേട്ടാൽ കുരച്ച നായോടും കടിച്ച പൂച്ചയോടും വർത്താനം പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ മറുപടി പറയാറില്ല. ആ മറുപടി പറയാൻ നമുക്ക് സമയം, നമ്മൾ ലക്ഷ്യത്തിലെത്തില്ല. അത്രയും സമയം നമ്മൾ പിന്നിപ്പോകും. അള്ളാഹു നമ്മൾ ലക്ഷ്യത്തിലെത്തിക്കട്ടെ. ചിലർ പറയും ബാക്കി ഹെഡ് വെയിറ്റാണ്, ചിലർ ഇപ്പൊ കുറെ കാശൊക്കെ ആയിപ്പോയി, ചില ആളുകൾ തലക്കരം ആയിക്കോട്ടെ. ഇപ്പൊ അന്തരീക്ഷം പൊടി പിടിച്ചു കിടക്കുക. ഇപ്പൊ നമ്മുടെ വിചാരം നമ്മുടെ കുതിരപ്പുറത്താണ്. പൊടിയൊക്കെ താഴട്ടെ, അന്തരീക്ഷം വെടിക്കട്ടെ, അപ്പൊ അറിയാം അപ്പാറസുന്തരിക്കാം ഹിമാറു കുതിരപ്പുറത്താണോ വെള്ളപ്പുറത്താണോ നമ്മൾ ഇരുന്നാണ്. നമുക്കെന്തിനാണ്? അതൊരു മീസാൻ എന്ന ത്രാസിന്റെ ഭാരമല്ലേ. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്നെ കൈതോടുകാർക്ക് നന്നായിട്ട് അറിയുമെന്നറിയില്ല, പക്ഷെ കൈതോട് മേക്കൽ എനിക്ക് നന്നായിട്ട് അറിയില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ വിളിച്ചുണ്ടാവുന്നതൊക്കെ ഒരു ബാക്കി അറിയാവുള്ളൂ. ഞാൻ 18 വർഷം മുമ്പ് പൂന്തറ അറബി കോളേജിലെ ഹാഫിളായി. ഞാൻ അവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുക. അവാമിലിടും മീശ പൊടിച്ചിട്ടില്ല. എന്റെ ഉസ്താദ് പി.കെ. പോയ ഉസ്താദ് അള്ളാഹു കബറിടം വിശാലമാക്കി കിടക്കട്ടെ. എന്റെ ഉസ്താദ് മരിച്ചു കിടന്നപ്പോഴാണ് പള്ളിയിലെ സെക്രട്ടറി പറഞ്ഞത്, പോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കണമെന്ന് കൊതി തോന്നിപ്പോയി. അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ കുറവാണ്. എന്റെ ഉസ്താദിന്റെ മയ്യത്തിന് അനുശോചനം തോട്ടക്കാട്ടുകാരുടെ പ്രസിഡന്റ് പറഞ്ഞു, പോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയി. ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്, അപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കൊതിയാവും. പൂന്തറ കോളേജിന് വലിയ വരുമാനമൊന്നുമില്ല. അപ്പോ ഉസ്താദ് എല്ലാ വർഷവും കലണ്ടർ അടിക്കും. വിൽക്കാൻ വേണ്ടി മുത്തലിങ്ങൾ പറഞ്ഞു,
ഞാനും എന്നൊരു സുഹൃത്തുണ്ടോ വട്ടപ്പാറ മനുഷ്യ, നിങ്ങളുടെ മകനുകാരൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു. വേക്കൽ പള്ളി വലിയ സമ്പന്നരുടെ പള്ളിയാന്നാകട്ടെ. അന്ന് ആദ്യമായിട്ട് ഞാൻ വേക്കപ്പള്ളിയിൽ പള്ളിക്ക് എന്റെ ദറസിൽ എനിക്കടക്കമുള്ള കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു ജുമൈക്കുമ്പ് പ്രസംഗിച്ചു. രക്ഷ കലണ്ടൂക്കര സംഭവം നടക്കുന്നത് വേക്കൽ പള്ളിയിലാണ്, ജുമാത്തുള്ളിയിൽ. പ്രസംഗിച്ച് ഞാൻ മരണത്തെ കുറിച്ച് പറയാം. അവരെ കപ്പത്തോണി പറഞ്ഞാലേ കായ് വിട്ടുപോയി. അങ്ങനെ പ്രസംഗം ചൂട് പിടിച്ചു. അന്നെ മീശ പൊടിച്ചിട്ടില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മണിയായി. അപ്പൊ പെട്ടെന്നൊരു ശബ്ദം, ആളുകളുടെ ഇടയിൽ ആരോ പറഞ്ഞു പള്ളിയുടെ പ്രസിഡന്റ്. ഞാൻ പറഞ്ഞു ഇത് എന്തൊരു മനുഷ്യനാണ്. ഞാൻ പേടിച്ച് പറച്ചവിടെ ഇരുന്നു കഴിഞ്ഞപ്പോ എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര ദേഷ്യം തോന്നി. നിങ്ങൾ എന്തൊരു അഹങ്കാരി, പ്രസംഗിച്ചോണ്ടിരിക്കുന്നു, പരസ്യമായിട്ട് ഇരിക്കവിടെ. എല്ലാരും നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആ മനുഷ്യൻ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇത് കോയ ഉസ്താദിന്റെ പള്ളിയിൽ നിന്ന് വന്ന കുട്ടികളാണ്, എല്ലാവരും പൈസ കൊടുക്കുന്നത്. പൈസയൊക്കെ വാങ്ങിച്ചു നേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നതിന് ശേഷം 2000 രൂപ എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഉങ്കുടി മാനേജരാണ്. അപ്പൊ ഞാൻ ആളുകളോട് ചോദിച്ചു, ആരായി ആളെ മക്കളാണ് എന്നോട്. അള്ളാഹുദത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുത്തു. ഏതായാലും 18 വർഷം മുമ്പ് ആ മനുഷ്യൻ തന്ന 2000 രൂപയുടെ പ്രതിഫലം അദ്ദേഹം മണ്ണിൽ കിടക്കുമ്പോൾ ഇത്രയും പേര് ആമീൻ പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ വേക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതാരും അറിയാത്ത ഞങ്ങൾ മാത്രം അറിയുന്ന സീക്രട്ട്. അദ്ദേഹം മരിച്ചു പോയി ജീവിച്ചിരിക്കുന്ന ആൾ ഞാനുള്ളൂ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്നാൽ ഈ മനുഷ്യ പിശാചിനെതിരെ അതുകൊണ്ട് ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നമ്മൾ മരിക്കുന്ന സമയത്ത് പറ്റൂല. എന്നാൽ അതേ സമയത്ത് മനുഷ്യ പിശാചിനെതിരെ പടനയിച്ച ആളാണ്, പോരാട്ടം നടത്തിയ ആളാണ് കരീമുല്ലാഹി മൂസ. എങ്ങനെ മരിച്ചത്? കരീമുല്ലാഹി മൂസാ നബിയുടെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ ഇസ്രായേലിനെ പറഞ്ഞു വിട്ടു. ഇസ്രായേൽ വന്നിട്ട് പറഞ്ഞു, കരീമുല്ലാഹി മൂസാ, നിന്റെ റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടടാ. വരുന്നു മൂസാ നബി വരട്ടെ കൈയെടുത്തിട്ട് ഇസ്രായേലിന്റെ കരണത്താഞ്ഞെടുത്തു. ഇസ്രായേലിന്റെ കണ്ണു പൊട്ടിപ്പോയി. ഇസ്രായേൽ റൂഹ് പിടിക്കാൻ വന്നു, ഒറ്റ അടി മൂസാ നബി ഇസ്രായേലിന്റെ കണ്ണു പൊട്ടിപ്പോയി. ഇത് കെട്ടുകടയിൽ അഹ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല, റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാ. ഇസ്രായേൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലെത്തി, അല്ലാഹുവേ, മരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ റൂഹ് പിടിക്കാൻ എന്നെ എന്തിനു നീ പറഞ്ഞു വിട്ടു അല്ലാഹ്? നിന്റെ മൂസ എന്നെ അടിച്ചെന്റെ കണ്ണു പൊട്ടിച്ചു അല്ലാഹ്. ഇസ്രായേൽ കേൾക്കേണ്ട സംഭവമല്ല. ഇസ്രായേൽ വന്ന അങ്ങനെയല്ല. എന്താ പറ്റി? ഇങ്ങോട്ട് നോക്ക്. ഞാനും മറുപടി പറഞ്ഞില്ല, പറഞ്ഞ ശരിയാവില്ല. ഇന്നോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹുവേ, ഇനി ചിരിക്കാൻ സമയമില്ല, വിഷയം. അല്ലാഹുവേ, മരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെടുത്ത് എന്നെ എന്തിനു പറഞ്ഞു വിട്ടു അല്ലാഹു? അടിച്ചിട്ട് എന്നെ കണ്ണു പൊട്ടിട്ടു. അല്ലാഹ് പറഞ്ഞു, അസ്രായീലെ, ഇത് കെട്ടുകഥയില്ല. റവാഹുൽ ബുഖാരി. അസ്രായീലെ, എന്റെ മൂസ അല്പം ദേഷ്യക്കാരാണ്. മൂസായോട് പോയൊരു കാര്യം പറയും, ഇച്ചിരി മാന്യമായിട്ട് തന്മയത്വത്തോടെ പറയണം. അല്ല, എന്റെ മൂസ ഇങ്ങനെയൊക്കെ പറയും. എന്റെ മൂസയാണ്. ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. മൂസ ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. അപ്പൊ മൂസയോട് പറയുമ്പോ, ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ഒരാൾ ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ആഴ്ച മംഗളം വായിച്ചാൽ മതി. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ നവജോത് സിംഗ് സിദ്ധു. വായനയുടെ ലോകം വിശാലമാണ്. എന്റെ വായനയുടെ ലോകം വിശാലമാണ്. വായിക്കണം. അത് മുത്തല്യങ്ങളോട് ഞാൻ പറയുന്നത് ഉപദേശിക്കുകയല്ല. ഇനി നമ്മൾ കാലഘട്ടത്തോട് പ്രബോധനം നടത്തേണ്ടത്. വായിക്കണം, നന്നായി വായിക്കണം. അള്ളാഹു ബോധം തരട്ടെ. ഞാൻ നല്ല മഴയുള്ള സമയത്ത് എന്റെ വീടിന് മുമ്പിൽ ഒരു ചായക്കടയാണ്, ചായക്കട. ഡ്രൈവർമാരെ പറഞ്ഞു വിട്ട് വൈകുന്നേരം നല്ല കട്ടൻ ചായയും പരിപ്പോടയും നല്ല കോമ്പിനേഷൻ. ഡ്രൈവർമാർ വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷെ പരിപ്പോട് തിന്നുന്നതിന് മുമ്പ് പൊതിഞ്ഞ പേപ്പർ വായിച്ചിട്ട് ഞാൻ പരിപ്പോട തിന്നുന്നുള്ളൂ. ചിലപ്പോൾ എനിക്ക് വാങ്ങി പറയാൻ എന്തെങ്കിലും ആ പഴയ പേപ്പറുണ്ടാവും. വായിക്കണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞിന്റെ വശം എങ്ങനെയായാലും വായിച്ചാലും യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ വായന. മൂസ അടിച്ചു. ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് മൂസ. അതുകൊണ്ട് സാവധാനത്തിൽ പോയി പറയും.
അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വന്നു. അല്ലാഹുവോട് പറഞ്ഞു, മൂസാ നബിയോട് പറഞ്ഞു, മൂസാ, അല്ലാഹ് എന്നെ പറഞ്ഞു വിട്ടതാണ്, നീ സമ്മതിക്കുമെങ്കിൽ നിന്റെ റൂഹ് പിടിക്കാം. മൂസാ നബി പറഞ്ഞു, റൂഹ് പിടിച്ചോ, എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം, അവിടെ വെച്ച് എന്റെ റൂഹ് പിടിക്കാം. അസ്രായീൽ, എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മരിക്കുന്ന ഒറ്റ ആഗ്രഹമുള്ള മൂസാ നബിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മൂസാ നബി നടന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വഴിക്കാണ് കരീമുല്ലാഹി മൂസാ നബിയുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. എന്താ മൂസാ നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന ഭാഗത്ത് തന്നെ എനിക്ക് മരിച്ച ഖബറടക്കണമെന്ന് പറയാൻ കാരണം അറിയില്ല. എന്റെ ഒരു പ്രശ്നം, ഞാൻ ഒരു വിഷയം പറയാൻ നേരിട്ട് പരത്തി വിശാലമായിട്ട് പറയാതെ പോയാൽ മനസ്സിനൊരു തെളിവെടുക്കും. എന്താണെന്നറിയില്ല. മൂസാ നബിക്കറിയാം അതിനെയാണ് വരാനിരിക്കുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അവസാനം വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുവഴിയാണ് മിഅ്റാജിന് പോകുന്നതെന്ന് അറിവ് മൂസാ നബിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ കിട്ടാനാണ് മൂസാ നബി അവിടെ പോയി വഫാത്തായത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, പോയ വഴിക്ക് ഞാൻ അവിടെ ഇറങ്ങി, റഅയ്തു മൂസാ മുസല്ലിയൻ ഫീ ഖബരിഹി. ആ സമയത്ത് മൂസാ നബി ഖബറിന്റെ ഉള്ളിൽ കൈകെട്ടി നിസ്കരിക്കുകയാ. ഭയങ്കര ഇസ്ലാമിന്റെ ചരിത്രം. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തെത്തി. അവിടെ എത്തുമ്പോൾ കുറെ ആളുകൾ അവിടെ ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുകയാ. ആളുകളെ പരിചയമില്ല, ഇതേവരെ പരിചയമില്ലാത്ത മുഖമാ. മൂസാ നബി ചോദിച്ചത്രേ, ലിമൻ ഹാദൽ ഖബർ, ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ നിങ്ങൾ കുഴിക്കുന്നത്? ആ സമയത്ത് അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ പുരുഷന് വേണ്ടിയാ. അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ പുരുഷന് വേണ്ടിയാണ് ഞങ്ങളിത് കുഴിക്കുന്നതെന്ന് പറഞ്ഞു. ആരാ കുടിക്കുന്നത്? മനുഷ്യരല്ല, അല്ലാഹുവിന്റെ മലക്കുകളാണ് ഖബർ കുഴിക്കുന്നത്. ആ മലക്കുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ ഒരു ചെറുപ്പക്കാരനുണ്ട്, ആ ചെറുപ്പക്കാരന് വേണ്ടിയാണ് ഖബർ കുഴിക്കുന്നത്. മൂസാ നബി ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നീണ്ടു നിവർന്ന് കിടന്നു നോക്കി. ആ സമയത്ത് സ്വർഗത്തിന്റെ പരിമളം കണ്ടു മൂസാ. സ്വർഗത്തിന്റെ വിരിപ്പ 6 അടി മണ്ണിന്റെ ഉള്ളിൽ കണ്ടു മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഖബറിൽ മലന്ന് കിടക്കുമ്പോ ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിച്ചു. പിന്നീട് നടന്നത് ചരിത്രമാണ്. മൂസാ നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് മനുഷ്യരല്ല, മലായികത്തുല്ലാഹ്. മൂസാ നബിയുടെ കഫൻ പൊതി തുണിഞ്ഞത് മലായികത്തുല്ലാഹ്. മൂസാ നബിയുടെ മയ്യത്ത് നിസ്കരിച്ചത് മലായികത്തുകളോ. പണ്ട് ചെറുപ്പക്കാരാ, അഭിനവരാഗ ലോകത്തിന്റെ പേക്കൂത്തുകളോട് രാജിയാവാട്. കാലഘട്ടത്തിന്റെ കാലച്ചുവട് കണ്ടെറിഞ്ഞ് കാലഘട്ടത്തിന്റെ കനലുകളെ പോലെ കാലിടുമ്പിനേക്കാൾ കരുതലുള്ള കാലത്തിന്റെ കാവലാളുകളാകാൻ ഫിറൗനെതിരെ പൊരുതിയ മൂസാ നബിയാണ്. പിന്നെ മയ്യത്ത് നിസ്കരിച്ചത് മലക്കുകളാ. പറ്റുമോ നമുക്ക്? കഫം പൊതിഞ്ഞതോ മലക്ക്, കുളിപ്പിച്ചതോ മലക്ക്. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാച്. പോരാടിയാൽ ഏറ്റവും നല്ല മരണം കിട്ടും. ഇനി എത്ര വേണം പറയാം? ഉദാഹരണം അവസാനത്തെ പറയാം. അവസാനത്തെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മറുഭാഗത്ത് മനുഷ്യ പിശാചാരാ, മറുഭാഗത്ത് മനുഷ്യ പിശാചാരാ. അബൂജഹൽ. അബൂജഹൽ ബദറിന്റെ പൊട്ടക്കണത്തിൽ പുഴു നാറിയിട്ട് ചത്തുപോയി അബൂജഹൽ. അല്ലേ? അങ്ങനല്ലേ? ആയത്തുണ്ട്. അബൂജഹലിനോട് അല്ലാഹു പറഞ്ഞല്ലോ, നിന്നെ കൈകാര്യം ആയത്താണ്. നോക്കാതെ ഉള്ള വാദം. ഇന്നലെ വാദം കഴിഞ്ഞ് വീട്ടിൽ എത്താൻ രാവിലെ 7 മണിക്ക് കൈതോടെ എഴുന്നേറ്റ് അർദ്ധ ഹാലിലാണ്. ഉറക്കച്ചടവിൽ എവിടെ എത്തി? ഒരു ബിസ്ക്കറ്റിൽ തുടങ്ങിപ്പോയി.
كلا لئن لم ينتهي لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديا سندع الزبانيا നിന്റെ തമ്മാടിത്തര നിർത്തിയില്ലെങ്കിൽ നിന്റെ ഈ തമ്മാടിത്തര നിർത്തിയില്ലെങ്കിൽ നിന്റെ മൂക്ക് നിന്റെ ഈ കുടുമയിൽ പിടിച്ചിട്ട് നിന്നെ ഞാൻ വലിച്ചെറിയും അബൂജഹലേ. നിന്റെ ഈ മുടിക്കെട്ടിൽ പിടിച്ചിട്ട് ഞാൻ വലിച്ചെറിയൂടാ. വലിച്ചെറിഞ്ഞില്ലേ ബദറിന്റെ പൊട്ടക്കിണറ്റിൽ അഭിമായ മുത്ത് ഈ തലമുടിയിൽ പിടിച്ചിട്ട് അബൂജഹലിനെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞപ്പോ ഈ ആയത്തോടെ പറഞ്ഞില്ല അബൂജഹലെ നിർത്താൻ. നിർത്തിക്കൂടെ സഹോദരങ്ങളെ? ഈ ആഭാസങ്ങൾ, ഈ ഹറാം, ഈ പലിശ, ഈ മദ്യം, ഈ അള്ളാഹ് കിട്ടപ്പെടാത്ത ജീവിതം എന്തായി ഒന്നുകിൽ നിർത്തിയില്ലെങ്കിൽ എന്റെ കുടുംബയിൽ പിടിച്ചടിയാൻ മരിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടുക ഏറ്റവും നല്ല മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. ഇനി മൂന്നാമത്തെ ശത്രുവിനെ കൂടി പറഞ്ഞ് നമുക്ക് മൂന്നാമത്തെ ശത്രു ആരാ? മൂന്നാമത്തെ ശത്രു ആരാ? ഒന്ന് മനുഷ്യന്റെ പിശാച്, മറ്റ് ജിന്നുകളുടെ പിശാച്. ജിന്നുകളുടെ പിശാച് ആരാ? ഇബ്ലീസ്. ഇബ്ലീസ് ജിന്നുകളുടെ പെട്ടെന്ന് നമുക്ക് തിരിയാം. അവരെ പോലല്ലോ ഇടയ്ക്ക് തീർന്നിട്ടല്ലേ പോകുള്ളൂ. എന്നാ ആയുധം പറഞ്ഞു ഇവർക്കതിനെ പോരാടാൻ ആയുധം വേണ്ട. അല്ല ശത്രു നമ്മളെ കൊല്ലാൻ വേണ്ടി അള്ളാഹ് മുപ്പൂസാവാണ് ഞാൻ സുല്ലിട്ടു എന്ന് പറഞ്ഞ കാര്യം. അള്ളാഹ് മുപ്പൂസാവാണ് ഞാൻ ഇല്ല ഞാൻ സുല്ലിട്ടു. പറ്റൂല. ആയുധം വേണ്ട പോരാടാൻ. എന്താ ആയുധം? ആയുധം അള്ളാഹ് തന്നെ പറയുന്നു. അതുണ്ടെങ്കിൽ ജീവിതത്തിൽ മൂന്നാമത്തെ പിശാച് അല്ലേ? പിശാച് ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആദം നബി എവിടെ ഇറങ്ങി? ആദം നബി ഞാൻ നിലമേല് വെച്ച് പറഞ്ഞപ്പോ പറഞ്ഞില്ല. ആദം നബി പിന്നെ ആദം നബി പിന്നെ മംഗളിയാനി കയറി ചന്തടി പോയി. ആദം നബി ഭൂമിയിൽ ഇറങ്ങി ആർക്കറിയാൻ പാടില്ല. ആദം നബി ഭൂമിയിൽ ഇറങ്ങി. ആദം നബി ഭൂമിയിൽ ഇറങ്ങി. ഹവ്വാ ബീവി ജിദ്ദയല്ല ജദ്ദയാണ്. ആരും മലയാളികൾ കസറിട്ടത് ജിദ്ദയല്ല ജദ്ദ. വെല്ലുമ്മ. അപ്പൊ അറബികൾ വെല്ലുമ്മയുടെ ആളുകളും ഇന്ത്യക്കാര് വല്യാപ്പാട് ആളുകളാണ്. ഇവരുടെ കൂടെ ഒരു മഹാനെ കൂടെ അവിടെ പുറത്തിറക്കിയല്ലോ. ആരാ? ഇബ്ലീസ് നീ ഇവരെ കൂടെ പുറത്തോട്ട് പോകും. ഇബ്ലീസ് എവിടെ ഇറങ്ങി? നമ്മൾ ഏത് ചരിത്രത്തിന്റെയും പകുതിയൊക്കെ. ആദം നബി ഇന്ത്യയിൽ ഇറങ്ങി, ഹവ്വാ ബീവി ശ്രീലങ്കയിൽ ഇറങ്ങി. രണ്ടുപേരും കൂടി പൊട്ടിക്കരഞ്ഞു. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ടവാളികളാകും. അല്ലാഹുവേ 100 വർഷം ആദം നബി നിന്ന് കരഞ്ഞു, 100 വർഷം ഇരുന്ന് കരഞ്ഞു, 100 വർഷം കിടന്നു കരഞ്ഞു. ഒരു തെറ്റില്ല. ഹവ്വാ ബീവി വനബത്ത മിൻ ദുമൂഇഹി ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് 3 സസ്യങ്ങൾ പൊട്ടിമുളച്ചു. ഒന്ന് അൽ ഊദ്, 2 വസന്തരു ചന്ദനം, 3 വസഞ്ചബീൽ ഇഞ്ചി. ഏറ്റവും നല്ല ഊദ് ഇന്ത്യയിലാണ്, ആസാമിലാണ്. 2 വസന്തരു ചന്ദനം, ഏറ്റവും നല്ല ചന്ദനം മറയൂർ ചന്ദനമാണ്. ഇഞ്ചി, ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിൽ ഇഞ്ചിയാണ്. അപ്പൊ ആദം നബി കരഞ്ഞത് ഭൂമിയിലോട്ട് ഇറങ്ങി ആദം നബി കരഞ്ഞത് ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം കാലിച്ചുവട്ടിയ മണ്ണ് ഇന്ത്യയാണ്. വാപ്പസി എന്നത് തറവാട്ടിലേക്ക് മടങ്ങാനാണെങ്കിൽ മടങ്ങേണ്ടത് ഇസ്ലാമിലേക്ക് അല്ലേ? തറവാട്ടിലേക്കുള്ള മടക്കമാണെങ്കിൽ തറവാടിന്റെ ആദ്യത്തെ മുസ്ലിം എന്ന നാട് ഇന്ത്യ, ആദ്യത്തെ പ്രവാചകന്റെ നാട് ഇന്ത്യ. അവസാനത്തെ പ്രവാചകന്റെ ഭാര്യയുടെ പേര് ഇന്ത്യ, ഹിന്ദ്. ഭാര്യയുടെ പേര് ഹിന്ദ്, ഇന്ത്യ. എന്താ കുട്ടികളൊക്കെ പഠിക്കാൻ? അല്ലാഹു ബോധം തരട്ടെ. ഇതിന്റെ കൂടെയാണ് പിശാചിനെ ഇറക്കി. ഞാൻ വെറുതെ ഈ സമകാലിക വിഷയം പറഞ്ഞെന്ന് മാത്രം. പിശാച് എവിടെ ഇറങ്ങി? പിശാച് ജോർദാനിൽ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആ ഇബ്ലീസാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ മൂന്നാമത്തെ ശത്രു. അല്ലാഹു അവനെ ആട്ടി ഓടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇബ്ലീസിനെ ജീവിതത്തിൽ നാട്ടി ഓടിക്കണം. ഓടിക്കോ? ഞാൻ പറയാം, ഓടിക്കേണ്ട കുറെ സാധനം ഞാൻ പറയാം. ഓടിക്കോ? അങ്ങനെ ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈ നോക്കാം. കൈയുള്ളവരൊക്കെ പോക്കും സ്വീകരിക്കട്ടെ. ഇതൊരു ഹദീസാണ്.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസിനെ ആട്ടി ഓടിക്കണം. സമയം പരിമിതം. ആരാ ഇബ്ലീസ്? നമ്മൾ പറയും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ ഒരുത്തന്റെ തലയെ കൈവച്ചിട്ട് നമ്മൾ ഓതുന്നവൻ ഒന്നാം നമ്പർ ശൈത്താൻ. പിന്നെ ഇബ്ലീസ് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയാൽ ഓതുന്നവനാണ് ഒന്നാം നമ്പർ ഇബ്ലീസ്. പിന്നെ ഇബ്ലീസ് ഒന്ന് ഇബ്ലീസിനെ ആട്ടി ഓടിക്കണം ഇൻഷാ അല്ലാഹ്. ഉറപ്പാണല്ലോ. ഒന്നുകൂടി കൈവച്ച് നോക്കട്ടെ. ആരെങ്കിലും ഒരാൾ സുബഹി നമസ്കാരം ഖളാക്കിയിട്ടവൻ കിടന്നുറങ്ങിയാൽ ഇബ്ലീസ് അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെന്താ വിചാരിച്ച കായ് കൊടുക്കലാണ്? ഇബ്ലീസിനെ ആട്ടി ഓടിക്കാൻ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ആർക്കറിയാത്തത്? ആരെങ്കിലും സുബഹി നമസ്കാരം ഖളാക്കിയിട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ ചെവിയില് ഇബ്ലീസ് മൂത്രമൊഴിക്കും. നമുക്കറിയാം രാവിലെ ഒരാൾ ഏതായാലും ഒരു കാര്യത്തിന് പോയാൽ മൂത്രം മാത്രമല്ല ഒഴിക്കുക. നബിതങ്ങൾ അങ്ങനെ വേണ്ട നബിയുടെ മാന്യത കൊണ്ട് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഒരാൾ ആദ്യം മൂത്രം മാത്രമല്ല ഒഴിക്കുക. രാവിലെ എഴുന്നേറ്റ് പോണ ഒരാള്. അപ്പൊ നബിയങ്ങൾ മൂത്രം ഒഴിക്കുന്നത് നബിയങ്ങളുടെ മാന്യത കൊണ്ട് പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ മിക്കവാറും ഇവിടെയും ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ ഈ ചെവി ഇന്ന് പിശാചിന്റെ കക്കൂസായി മാറിയിട്ടുണ്ട്. വലത് കെട്ടത് കൊണ്ട് മാത്രം സുബഹി നിസ്കരിച്ചു എന്നുള്ളതിന്റെ അടയാളമല്ല. ഞാൻ മലപ്പുറത്തൊരിക്കൽ വലത് പറയുമ്പോൾ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് കത്ത് തന്നു. ഉസ്താദ് ദുആ ചെയ്യണം. എന്റെ ഭർത്താവിന് 4 പെൺകുട്ടികളുമായിട്ട് പരസ്പര ബന്ധമുണ്ട്. ഉസ്താദ് ദുആ ചെയ്യും. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ഈ സദസ്സിൽ തന്നെ ഉസ്താദ് ദുആ ചെയ്യും. അതെന്താന്ന് അറിയാണ്ട് അതിനെ താഴെ എഴുതിയിരിക്കുകയാണ് എന്റെ ഭർത്താവ് ഉസ്താദിന്റെ മുമ്പിൽ വന്ന് വെക്കാൻ നിൽക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞു ക്യാൻസർ ഖുർആനിലൂടെ മോചനം എന്നുള്ള ക്യാസറ്റ് അവിടെ പ്രസംഗിച്ച അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ആ 4 പെണ്ണുങ്ങൾ അപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദിന് വന്ന് വെക്കാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വഴന്ന് പറഞ്ഞാൽ ദീർഘാവണം, വായും മുത്തൈതാകണം, കേൾക്കുന്നവനും ആ വളരെ ഇർഷാദ് നൽകണം. സഹോദരങ്ങളെ, ഒന്ന് ഇബ്ലീസിനെ ശരീരത്തിൽ കൂട്ടി. ഇതാണ് ജീവിതം. പോരാടാനുള്ളതാണ്. സുബഹിക്ക് എഴുന്നേൽക്കുക. സുബഹിക്ക് എഴുന്നേൽക്കുക. എന്നിട്ട് 2 റക്അത്ത് സുബഹി നിസ്കരിക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ ദിവസം വരെ കേരളത്തിന്റെ മിക്ക മുസ്ലിം പള്ളികളെ സുബഹിക്ക് ചെറുപ്പക്കാർ കുറവാ. കാരണം മോളിവുഡിന്റെ കോടികൾ മുടക്കിയ സിനിമാ നായകന്റെ സിനിമ കാണാൻ പാതിരാത്രി 2 മണി വരെ തിരുവനന്തപുരത്ത് കൊല്ലത്തുമുള്ള തിയേറ്ററിലെ ചെറുപ്പക്കാരുടെ ക്യൂവാ. ആണ്ടിപ്പെട്ടിക്കാരൻ അണ്ണാച്ചിയുടെ സിനിമ കാണാൻ 2 മണി വരെ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാരോ. സുബഹി നമസ്കാരം ഒരു ജൂതനാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുജൂതനാ. ഒരു ജൂത പണ്ഡിതനോട് ഒരു മുസ്ലിം ചോദിച്ചു, ഭദ്രേ നിങ്ങൾക്കെന്നാ മുസ്ലിമീങ്ങളെ ഭയമില്ലാത്തത്? മുസ്ലിമീങ്ങളെ ജൂതന്മാരെ തോപ്പിക്കുമെന്ന് നബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മുസ്ലിമീങ്ങളുടെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് കൂടുന്ന ആൾ അവരുടെ സുബഹി നമസ്കാരത്തിന് കൂടാത്തിടത്തോളം കാലം മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് പേടിയില്ലെന്ന് പറഞ്ഞ ജൂത പണ്ഡിതൻ. അവരുടെ വെള്ളിയാഴ്ചക്ക് കൂടുന്ന ആളുകൾ സുബഹി ജമാഅത്തിന് കൂടാത്തിടത്തോളം കാലം അവരെ പേടിക്കേണ്ടതെന്തിനാ?